സന്തോഷം. എന്തായാലും ഈ തരത്തിലാണെങ്കിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിയുക എന്നുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാ മീറ്റിങ്ങിലും പറയുന്ന ഒരു വാക്കാണ് സന്തോഷം, ഏറെ സന്തോഷം എന്നൊക്കെ. എന്താന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താണ് ഈ സന്തോഷം? എല്ലാ മീറ്റിങ്ങിലും സന്തോഷം സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അവസാനം കിട്ടിയ ഒരു ഉത്തരം, ഈ നിമിഷം ഞാൻ മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് സന്തോഷത്തിന്റെ കാരണം. ഈ നിമിഷം ഞാൻ മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഈ മീറ്റിങ്ങിലായിരിക്കാൻ കഴിയുന്നത്, ഈ മീറ്റിങ്ങിനോട് പൊരുത്തപ്പെടാൻ കഴിയുന്നു. നേരത്തെ ഉണ്ണിയാൻ തോന്നുന്നു മറ്റേ ബിഗ് ബുക്കിൽ നമ്മുടെ പടികളെ കുറിച്ചുള്ള ഭാഗം വായിച്ചു പോയപ്പോൾ ഇതുമായിട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റുകയില്ല എന്നുള്ള വാക്ക് പറഞ്ഞു. അപ്പൊ ആ ഒരു പൊരുത്തപ്പെടാൻ പറ്റുകില്ല എന്ന് വിചാരിച്ച, എനിക്ക് ചേർന്നതല്ല എന്ന് വിചാരിച്ച ഒരു പദ്ധതിയോട്, ഇത് എന്റെ പദ്ധതിയാണ്, എനിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്, എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഈ പദ്ധതിയോട് ഞാൻ ചേർന്നേ മതിയാവൂ എന്ന ഒരു തിരിച്ചറിവ് തന്നത് ആൽക്കഹോളിക്സ് അനോണിമസ്. ആ തിരിച്ചറിവ് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഈ നിമിഷം ഞാൻ സുബോധവാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ആക്ടിവിറ്റിയിൽ നിൽക്കുന്നത്. ഇപ്പൊ ഈ മിഠായി സ്റ്റാൾസിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ ഈ സമയമൊക്കെ 11:10 ആകുമ്പോഴേക്കും കസേര എണീക്കാൻ വയ്യാതെ കസേരയുടെ കയ്യെ പിടിച്ച് എണീച്ചാൽ കസേര അടക്കം മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലാവുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഒരു കുഴപ്പമില്ലാതെ ഉണ്ണിയും ശിവൊക്കെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ റെഡി ആയിട്ടുണ്ട്. സോ 11 അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് കയറാം എന്ന് വിചാരിച്ചിട്ടാ. വേറൊരു കോൾ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ നേരത്തെ വിളിച്ചോ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ആ വിളി കഴിഞ്ഞിട്ട് കയറുകയാണെങ്കിൽ പിന്നെ കയറിയിട്ട് ഇറങ്ങണ്ടല്ലോ എന്നോർത്ത് നിൽക്കുമ്പോഴാണ് വിളിച്ചത് സന്തോഷം കേട്ടോ, കുഴപ്പമില്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരുങ്ങി നിൽക്കാൻ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ഉത്തരവാദിത്വമുണ്ട്, ഞാൻ ഏറ്റൊരു കാര്യമുണ്ട് ചിന്തിക്കാൻ എനിക്ക് സാധിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലായിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷവാനാണ്. നാളെയും ഈ സന്തോഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നാളെ എനിക്ക് ഈ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ഞാൻ ഇനിയും ആൽക്കഹോളിക്സ് അനോണിമസിലായിരിക്കേണ്ടതുണ്ട്. ഇനിയും എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിലായിരിക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ ആവശ്യമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ ആവശ്യമാണ്. നമ്മുടെ ഗ്രൂപ്പുകളുടെ പ്രസക്തി അവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ എത്രത്തോളം ഗൗരവമായിട്ടാണ് നമ്മുടെ ഗ്രൂപ്പുകളെ കാണുന്നത് എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ ചിലരുടെ സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ, ഇല്ലായില്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ചിലരത് വളരെ 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 വില പിടിച്ചതായിട്ട് തന്നെ കാണുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കാഴ്ചപ്പാടിൽ അതിന്റെ ഏറ്റവും വലിയ, ഏറ്റവും ഉയർന്ന, ഏറ്റവും എന്താ പറയുക ഉത്തുംഗമായ അവസ്ഥയിലുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പാ. എല്ലാ ഗ്രൂപ്പും, ഇന്ന ഗ്രൂപ്പ് നിന്നൊന്നുമില്ല, സീനിയേഴ്സ് ഉള്ള ഗ്രൂപ്പ് നിന്നൊന്നുമില്ല, എല്ലാ ഗ്രൂപ്പും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ തുടങ്ങുന്നത്, ഇവിടെ തുടങ്ങുന്നു, ഗ്രൂപ്പിലാണ് തുടങ്ങുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ആൽക്കഹോളിക്സ് അനോണിമസിന് എന്താ പ്രവർത്തനമുള്ളത്? യൂണിറ്റി സർവീസ് റിക്കവറി എന്ന് പറയുന്ന 3 പടവുകൾ, 3 ആ ട്രയാങ്കിളുടെ 3 സൈഡുകളാണ് ഉള്ളത് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ റിക്കവറി പാർട്ട് എവിടെയാ ഉള്ളത്? ഗ്രൂപ്പിലാ ഉള്ളത്. സർവീസ് പാർട്ട് എവിടെയാ ഉള്ളത്? ഗ്രൂപ്പിലാ ഉള്ളത്. ഓർത്തു നോക്കി, ഗ്രൂപ്പ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്, ഏറ്റവും നല്ല സേവകരെ കിട്ടുന്നത് എവിടുന്നാണ്? ഗ്രൂപ്പിൽ നിന്നാണ്. ഏറ്റവും അധികം ആളുകൾക്ക് റിക്കവറിയിലേക്ക് എത്താൻ സഹായിക്കപ്പെടുന്നത് ആരാണ്? ഗ്രൂപ്പാണ്. പിന്നെ ഈ സേവനത്തിനുള്ള സാമ്പത്തികം എവിടുന്നാണ് കിട്ടുന്നത്? ഗ്രൂപ്പിൽ നിന്നാണ്. ആ ഗ്രൂപ്പിന്റെ ഒരു പ്രസക്തി നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അവിടെയാണ് ഈ സീനിയേഴ്സ് ആയ ആളുകൾ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസ് സീനിയർ എന്ന് പറയുന്നത് ഞാൻ കൊല്ലത്തിന്റെ അടിസ്ഥാനത്തിലല്ല കേട്ടോ, ഞാൻ ആദ്യമേ എടുത്തു പറയട്ടെ. കൊല്ലത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ സീനിയർ ജൂനിയർ എന്ന് പറയുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ ജീവിത രീതിയോട് പൊരുത്തപ്പെട്ടു പോകുന്നതിൽ സീനിയർ ആയ ആൾ, ചിലപ്പോൾ 1 വർഷക്കാരനായിരിക്കും എന്നേക്കാൾ കൂടുതൽ അത് പൊരുത്തപ്പെട്ടു പോകുന്നതിന് മുമ്പിലുള്ള സീനിയർ ആയ ആൾ 1 വർഷക്കാരനായിരിക്കാം. സംശയിക്കൊന്നും വേണ്ട. നമ്മൾ ചില ആൾക്കാരെ കുറിച്ചൊക്കെ പറയാറില്ലേ, ചിലര് വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിൽ ഇതൊരു കഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ചിലര് വന്നിട്ട് കുറച്ച് നാള് ഇതൊരു മാറ്റമല്ലേ. രണ്ടും നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ ആളെ നോക്കി എന്തൊരു കഷ്ടമല്ലേ എന്ന് പറയുകയും, അല്പകാലം മാത്രമായ ആളെ നോക്കിയിട്ട് എന്തൊരു മാറ്റമില്ലേ എന്ന് പറയുകയും ചെയ്യുന്നത് രണ്ടും നമ്മൾ തന്നെയാണ്. എന്താ കാരണം? രണ്ടുപേരും എയിൽ വരുന്നുണ്ട്, രണ്ടുപേരും എയുടെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ ഉള്ളിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് കയറിയത് വ്യത്യസ്തമായിട്ടാണ്.
വ്യത്യസ്തമായിട്ടാണ്. അപ്പൊ ഈ പ്രോഗ്രാം എന്താണ് എന്ന് ശരിക്ക് മനസ്സിലാക്കപ്പെടുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ വെച്ചിട്ടാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ വെച്ചിട്ടാണ് റിക്കവറി. ഒരു വ്യക്തിയെ ഇപ്പൊ കള്ളു കുടിക്കാതിരിക്കുന്നതാണ് റിക്കവറി എന്നാണ് ധരിക്കുക. നമ്മൾ എയിൽ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ധാരണ മദ്യപിക്കാതിരിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് മദ്യപിക്കാതിരിക്കണം. എന്റെ ആഗ്രഹം അത് തന്നെയാണ് കേട്ടോ, സത്യമായിട്ട്. ഞാൻ അതിനു വേണ്ടി ആയാലും വന്നു, അല്ലാണ്ട് വേറെ ജീവിതക്രമമൊന്നും പഠിച്ചിട്ടൊന്നുമല്ല. മടുത്തു, ഇനി വയ്യ, കുടിക്കാനും വയ്യ, ആ ഒരു അവസ്ഥയിൽ ഞാൻ വന്നതാണ്. അപ്പോ അങ്ങനെ കുടിക്കാതിരിക്കണമെന്ന് വിചാരിച്ച് വന്ന എയിൽ വന്ന്, അപ്പൊ കുടിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മീറ്റിംഗ് കൂടണം എന്ന് പറഞ്ഞു. അതും ഒരു സ്നേഹബുദ്ധിയായുള്ള എന്റെ നാട്ടിലെ എന്റെ പഴമക്കാരായ ആളുകൾ എനിക്ക് എന്നോട് കാണിച്ച ആ വലിയൊരു കൺസേൺ, അല്ലെങ്കിൽ ഞാൻ മീറ്റിങ്ങിന് പോവില്ല. എനിക്കത് ഉൾക്കൊള്ളാൻ ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിന് പോകുന്നതിനെ കുറിച്ചിട്ട് ചികിത്സാ സ്ഥലത്ത് നിന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ഭയപ്പെടാനുള്ള കാരണം എന്റെ നാട്ടിലെ എല്ലാവരും എന്നെ അറിയുന്ന ആൾക്കാരാണ്. എന്റെ അച്ഛൻ അങ്ങാടി കച്ചവടമായിരുന്നു. അത് കൂടാതെ ഞാനാണെങ്കിലും അവിടെയുള്ള എല്ലാമായിട്ടും ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അറിയും. പിന്നെ ഞാൻ പഠിച്ച സ്കൂളിലാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോ ഞാൻ ഒരു അധ്യാപകനായതിനു ശേഷമാണ് ഞാൻ എയിൽ വരുന്നത്. അപ്പൊ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള അധ്യാപകർക്കും എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ ടീച്ചറാണ്. അപ്പോൾ ഇങ്ങനെ കുടി നിർത്താൻ വേണ്ടി ചെല്ലുക, കാരണം അന്നത്തെ കാലത്ത് കുടിക്കുന്നത് വലിയ പ്രശ്നമൊന്നും, പക്ഷെ കുടി നിർത്താൻ വേണ്ടി ഇങ്ങനെ പോവുക എന്നൊന്നും പറഞ്ഞ് ഉൾക്കൊള്ളാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ശരിക്കും ഞാനൊരു എന്താ പറയാ, മെന്റൽ ആഗണി എന്നൊക്കെ പറഞ്ഞ മാതിരി മാനസികമായ ഒരു വലിയ പിരിമുറുക്കത്തിലാണ്. വേണോ വേണ്ടയോ, എടുക്കാനും വയ്യ, തള്ളാനും വയ്യ. കുടിക്കാതിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ചികിത്സയ്ക്ക് പോയപ്പോ ആ സമയത്ത് അവിടെ 10 ദിവസമായിരുന്നു ചികിത്സ. 10 ദിവസം മതിയായിരുന്നു. അപ്പൊ ഈ 10 ദിവസം ഞാൻ കുടിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ സംഭവമായിരുന്നു 10 ദിവസം അടുപ്പിച്ച് ഞാൻ മദ്യപിക്കാതിരുന്നു എന്നുള്ളത്. 10 ദിവസം അടുപ്പിച്ച് ഞാൻ മദ്യപിക്കാതിരുന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു. അതുപോലെ ഒരു അത്ഭുതമായിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ ഒരു പിടി ചോറ് വാരി തിന്നു എന്നുള്ളത്. നിങ്ങൾ കേൾക്കുന്നവർ എത്രത്തോളം അത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഭക്ഷണം കഴിക്കാനാവില്ലായിരുന്നു. എന്റെ കുടിയുടെ അവസാന കാലഘട്ടത്തിൽ 2000 ഒരു 2000 ജനുവരി ഒക്കെ ആ സമയം മുതൽ തന്നെ, 2000 സെപ്റ്റംബറിലാണ് ഞാൻ ചികിത്സയ്ക്ക് പോകുന്നത്. ആ സമയത്ത് 2000 അല്ല, 99 തന്നെ ഞാൻ ഭക്ഷണം വളരെ കുറവായ ആളായിരുന്നു. എനിക്ക് കഴിക്കാൻ പറ്റൂല. ഭക്ഷണ സാധനങ്ങൾ വിളമ്പി വെച്ചത് കാണുമ്പോൾ എനിക്ക് അസ്വസ്ഥതയാണ്. അതിന്റെ സ്മെല്ലടിക്കുന്നത് എനിക്ക് അസ്വസ്ഥതയാണ്. ആസ്വദിച്ച ആളുകൾ തിന്നുന്നത് കാണുന്നത് എനിക്ക് അസ്വസ്ഥതയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ദ്രവരൂപത്തിലുള്ളതല്ലാതെ പറ്റുക. അപ്പൊ ഇത് കഴിക്കുമ്പോഴും ഞാൻ ചത്തുപോകാതിരിക്കാൻ വേണ്ടി ലസ്സിയോ അല്ലെങ്കിൽ ഇളനീര് ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു, ഡ്രൈ അതായിട്ട്. അപ്പൊ അങ്ങനെ ഉള്ള അവസ്ഥയിൽ എന്റെ വലിയ മോഹമായിരുന്നു എനിക്കൊരു ഭക്ഷണം കഴിക്കണം, ചോറ് ഒന്ന് ഉരുട്ടി ഉണ്ണണം എന്നൊക്കെ ഉള്ളത് എന്റെ വലിയ മോഹമായിരുന്നു. അതൊന്നും പറ്റാത്തൊരവസ്ഥയായിട്ടില്ല എനിക്ക്. അഥവാ ഒരു ഒറ്റക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞിട്ടത് ദഹിക്കാതെ പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ്. അപ്പൊ ഞാനെന്ന് പറഞ്ഞ ആള് ഒരു തരത്തിലും ആവില്ല എന്ന് വിചാരിച്ചോടത്ത് ചികിത്സയ്ക്ക് പോയി 3-ാമത്തെ ദിവസം ഞാൻ ഒരു ഹാഫ് ചോറ്, ഉറക്കം ഒരു ദിവസം പോലും കുടിച്ചാ പോരാ, ആവശ്യത്തിലധികം കുടിച്ചെങ്കിലേ എനിക്ക് ഉറക്കം വരും. അല്ലെങ്കിൽ എന്താവുന്നു, ഞാൻ ആ രാത്രിയുടെ ഏതെങ്കിലും യാമത്തിൽ എണീച്ചു, പിന്നെ ഉറങ്ങില്ല, പിന്നെ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വല്ലാത്ത അസ്വസ്ഥത അനുഭവിക്കണം. അങ്ങനെയുള്ള ഞാൻ ഒരു തുള്ളി പോലും മദ്യപിക്കാതെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മരുന്നിന്റെ സഹായം ഇല്ലാതെ സുഖമായിട്ട് രാവിലെ 10 മണിയായപ്പോലും അറിയാത്ത അവസ്ഥയിൽ ഞാൻ കിടന്നുറങ്ങാൻ തുടങ്ങി. ഉറക്കത്തിന്റെ ഒരു സുഖം. അപ്പൊ ഇങ്ങനെ ഈ 10 ദിവസം കൊണ്ട് എനിക്ക് ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാവും. അവിടുന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറയുന്നതാണ് മീറ്റിങ്ങിന് പോകുന്നതിന്റെ പ്രസക്തി. ഞാൻ അവിടെ കിടക്കുമ്പോൾ ധാരാളം ആളുകൾ അവിടെ വരികയും ഞങ്ങൾ ഇങ്ങനെ മീറ്റിങ്ങിലൂടെ ജീവിച്ചു പോകുന്നത് എനിക്കറിയാം. വളരെ അടുത്ത് പരിചയമുള്ള എന്റെ കൂടെ മദ്യപിച്ചിട്ടുള്ള ആളുകളൊക്കെയാ. എനിക്ക് സംശയമില്ല അവരെ കുറിച്ചിട്ട്. അപ്പൊ നീയും ഞങ്ങളുടെ കൂടെ പോര് എന്ന് പറയുമ്പോൾ, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തിരുവമ്പാടി സ്കൂളിലാണ് എന്നുള്ളത് അറിയുമ്പോൾ എനിക്കത് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. കാരണം ഞാൻ എങ്ങനെ പോവും ഇവരെ കൂടെ? എനിക്ക് ആ മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. അപ്പോ അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്ന എന്റെ സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടി കാണിച്ച ആ വലിയ പരിഗണന. അവരെന്നെ കാത്തു നിന്നു. അവരെന്നെ നിർബന്ധിക്കുന്ന രീതിയിലല്ലാതെ സ്നേഹപൂർവ്വം എന്നെ ആ മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോയി. ഞാൻ മീറ്റിങ്ങിലേക്ക് പോയി. പോകുന്നതിന് മടിയല്ല, ഒരു നാണക്കേട് എനിക്കുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ബഹുമാനിക്കുന്ന ആളുകളൊക്കെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, മീറ്റിങ്ങിലുണ്ട്. നമ്മുടെ പഴയ കാലത്ത് ഇപ്പോഴത്തെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, പണ്ടത്തെ 44 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ പാർലമെന്റ് ആണ്.
അതിൻ്റെ അകത്ത് പറഞ്ഞ മാതിരി നിങ്ങൾ എന്തിനാണോ ഇവിടെ വന്നിരിക്കുന്നത് അതിന് തന്നെയാണ് അവരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി അവിടെ അവരെ കണ്ടു. അപ്പോൾ അവിടെ ഓരോരുത്തർ ഷെയർ ചെയ്യുന്നത് കേട്ടു. എനിക്കിഷ്ടമൊന്നും ആയില്ല ഷെയറിംഗ് ഒന്നും. എന്തോ ഇങ്ങനെ വിളിച്ചു പറയുന്നത്, എന്തിനപ്പം അതിന്റെ ആവശ്യം എന്നൊക്കെ ഞാൻ ചിന്തിച്ചത്. പക്ഷെ അവിടുന്ന് പോന്നു. കുറെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് തിരിച്ചറിവ് എനിക്ക് ഒരുപാട് സമാധാനം തന്നത്. അപ്പൊ ഗ്രൂപ്പിൽ ഞാൻ പോയത് കുടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അവിടെ ചെന്ന് അല്പം നാളുകൾക്ക് ശേഷമാണ് കുടിക്കാതിരിക്കുക എന്നുള്ളത് ഒരാവശ്യമാണ്. പക്ഷെ ഞാനെന്ന് പറഞ്ഞ വ്യക്തി കുടിക്കാനുള്ള കാരണം മറ്റു പലതുമാണ്. എൻ്റെ സ്വഭാവത്തിലെ വൈകല്യങ്ങളാണ്. ഇത് ഒരു വ്യക്തി പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ സ്വഭാവത്തിൽ ഒരു കുഴപ്പമില്ല. എന്നെപ്പോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളില്ല. എന്നെപ്പോലെ നന്നായി പഠിപ്പിക്കുന്ന അധ്യാപകനില്ല. എന്നെപ്പോലെ ഒരാളെ ഉപദ്രവിക്കാത്ത ആളില്ല. ഞാൻ ഇച്ചിരി കള്ളു കുടിക്കുമെന്നുള്ളത് ചോദിച്ചാൽ വേറെ ഒരു കുഴപ്പവും എനിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എനിക്കോട്ട് ഇല്ലായിരുന്നു അവനും എൻ്റെ കാഴ്ചപ്പാടിൽ. എനിക്കോട്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവിടെ ആരും എൻ്റെ കുഴപ്പം പറഞ്ഞില്ല. പകരം അവർ ഈ കുടിയിലേക്ക് എത്തിയത് ഇന്ന സ്വഭാവ വിശേഷതകൾ ഞങ്ങളിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അത് പതുക്കെ പതുക്കെ ഞാൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ കുടി മാറുന്നത്. നമ്മുടെ സ്റ്റെപ്സിൽ പറയുന്ന മാതിരി നമ്മുടെ സ്വഭാവ വൈകല്യങ്ങളെ കണ്ടെത്തുന്ന ഒരു പ്രക്രിയ, അതിനെ തിരുത്താൻ സഹായിക്കുന്ന പ്രക്രിയ, ഒരു പുതിയ ജീവിത രീതിയിലൂടെ മുമ്പോട്ട് പോകാൻ സഹായിക്കുന്ന പ്രക്രിയ, ഇതാണ് ഗ്രൂപ്പിൽ നടക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതൊക്കെയാണ്, പെട്ടെന്നല്ല, ഒരു ദിവസമല്ല. ഈ തിരിച്ചറിവ് ഒരു വ്യക്തിയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാതെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിന് മാത്രമാണ്. എത്ര വലിയ സ്പോൺസർക്കും അത് അത്രയും എളുപ്പമല്ല. ഒരസ്വസ്ഥതയും ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഇതിനോട് പൊരുത്തപ്പെടാൻ, ഇത് സ്വീകരിക്കാൻ കഴിയുക ഗ്രൂപ്പ് ഷെയറിങ്ങിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയുടെ ഷെയറിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ച് നിങ്ങൾ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരായതുകൊണ്ട്, ഔട്ട്സൈഡ് മീറ്റിംഗ്സിൽ അറ്റൻഡ് ചെയ്തവരായതുകൊണ്ട് നിങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ മീറ്റിംഗിൽ എപ്പോഴും നമ്മൾ പ്രസന്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പാസ്റ്റിനല്ല. ബിഗ് ബുക്കിൽ അത് പറയുന്നുണ്ട്. നമ്മുടെ പ്രസന്റിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ പാസ്റ്റിനെ മറന്നു കളയാനല്ല, ചെകഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ പ്രസന്റിന് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടാക്കാൻ, അതിന്റെ നന്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പാസ്റ്റിനെ നോക്കിയാൽ മതി. അപ്പൊ എയുടെ റിക്കവറി മീറ്റിങ്ങുകളിൽ എൻ്റെ ഇന്നലകളെ കുറിച്ച് എനിക്ക് വളരെ ചുരുക്കം പ്രതിപാദിച്ചാൽ മതി. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇവിടെ പലപ്പോഴും ഇന്നലകളാണ് നമ്മളെ മീറ്റിങ്ങിലെ ഷെയറിങ്ങിലെ അധിക ഭാഗവും കൊണ്ടുപോകുന്നത്. ഇന്നല്ല ഇവിടെ നമുക്ക് നമ്മുടെ ഇന്നിൽ ജീവിക്കുന്ന പ്രക്രിയയിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. കുറ്റമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെ ധരിക്കരുത്. ഞാനും അങ്ങ് എത്തിയെന്ന് അർത്ഥം വിചാരിക്കരുത്, ഒരിക്കലുമില്ല. ഒരു ഓർഡിനറി മനുഷ്യനാണ് ഞാൻ. ഒരു തരത്തിലുള്ള മാറ്റങ്ങളും. പക്ഷെ പറയുമ്പോൾ എനിക്ക് ഇതിങ്ങനെ പറയാൻ പറ്റൂ, കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് വിവക്ഷിക്കുന്ന ഇതാണ്. അത് തന്നെ എനിക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറയുന്ന എല്ലാം ഞാൻ ചെയ്തതല്ല, പക്ഷെ ഞാൻ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അത്രമാത്രം കണക്ക് കൂട്ടുക. അപ്പൊ തീർച്ചയായിട്ടും മീറ്റിങ്ങിൽ നമ്മൾ ഇവിടെ ഇന്നലകളെ കൊണ്ട് കൂടുതൽ സമയം കളയുന്നുവെങ്കിൽ ശരിക്ക് ചെയ്യേണ്ടത് ഇന്നലെ അല്പം മതി. കാരണം ഇന്നലെ എന്റെയും നിങ്ങളുടേതും ഒക്കെ ഏതാണ്ട് സമാനമായി. കുടിയുടെ കാലഘട്ടം, സാമ്പത്തിക നഷ്ടം, കുടുംബ കലഹം, ജോലിയിൽ പ്രശ്നം, അത് സമൂഹത്തിൽ നാണക്കേട്, ആരോഗ്യപരമായ കാര്യങ്ങൾ, അത് ശാരീരികമായ കാര്യങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് ആനുഷംഗികമായിട്ട് അല്പം പറയുകയും, ഞാൻ അങ്ങനെ കണ്ടുമുട്ടി. അവിടെ വന്നിരിക്കുന്ന ഓരോ ആളുകളിലേക്കും നമ്മൾ കൊടുക്കേണ്ടത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഈ എന്ന രണ്ടക്ഷരം, ജീവൻ രക്ഷിക്കുന്ന ഈ രണ്ടക്ഷരം അക്ഷരമായിട്ടല്ല കൊടുക്കേണ്ടത്, ഒരു പദ്ധതിയായിട്ട് അവരിലേക്ക് കൊടുക്കണം. അതൊരു ജീവിത രീതിയാണ്. ഒരു മാറിയ മനോഭാവത്തിലൂടെ കാര്യങ്ങളെ കാണാനും, അതിന്റെ യഥാർത്ഥ ആസ് ഇറ്റ് ഈസ് എന്ന വാക്ക്, ആയിരിക്കുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും, സങ്കല്പലോക ജീവിക്കാനല്ല, മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ആ ഒരു ജീവിത പദ്ധതിയാണ് എന്ന് ഇവിടെ വന്ന ആൾക്ക് മനസ്സിലാവണം. ഇവിടെ ഇരിക്കുന്ന ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവണം. അതെങ്ങനെയേ മനസ്സിലാവുള്ളൂ? ഇവിടെ ആരും പഠിപ്പിക്കുന്നില്ല. റിക്കവറി മീറ്റിംഗിൽ ആരും പഠിപ്പിക്കുന്നില്ല. ഇവിടെ യു എന്നൊരു വാക്കില്ല.
ഐ എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എന്നെ പറയുമ്പോൾ എനിക്കുണ്ടായ മാറ്റങ്ങൾ, ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഇതായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെ ഞാൻ മാറി മാറി ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ വെച്ച് പലതും കേൾക്കുകയും പലരിലും സംഭവിച്ചത് കാണുകയും ആണ്. അത് മീറ്റിംഗിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. കേൾക്കുകയും കാണുകയും. അവരെന്റെ മുമ്പ് ഞാൻ അവരെ കണ്ടതാണ്, ഇപ്പോഴും ഞാൻ അവരെ കാണുന്നു. അപ്പൊ പലരിലും സംഭവിച്ച മാറ്റങ്ങൾ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും അത് അംഗീകരിക്കാൻ പറ്റി. ഈ പദ്ധതി നല്ലതാണ് എന്ന് ബോധ്യപ്പെട്ടു. ഞാനത് പതുക്കെ എനിക്കാവുന്നത് പോലെ, എന്റെ സൈസ് അല്ല ഷിബുവിന്റെ സൈസ് ഷർട്ട്, അല്ലെങ്കിൽ ഉണ്ണിയുടെ സൈസ്, എനിക്ക് രണ്ടുപേരെ അറിയുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും തയ്ക്കണ്ട, ബാക്കിയുള്ളവർ ഷർട്ടല്ലേ എന്ന് ആലോചിക്കുന്നത്. അപ്പോ എനിക്ക് എന്റെ സൈസിലുള്ളതാണ് എനിക്ക് വേണ്ടത്. ഞാനത് ഉണ്ടാക്കാൻ തുടങ്ങി. എങ്ങനെ? അവരെങ്ങനെ ഇത് ഉണ്ടാക്കി എന്ന അറിവ് എനിക്ക് എന്റേതായ രീതിയിൽ പ്രാവർത്തികമാക്കാൻ സഹായിച്ചു. ഇത് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. റിക്കവറിയിലെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ ഘടകമാണ്. എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആരും പറഞ്ഞു തന്നില്ല. കുടി നിർത്താൻ എല്ലാവരും പറഞ്ഞു തന്നു, പക്ഷെ എങ്ങനെ നിർത്തണമെന്ന് ആരും പറഞ്ഞില്ല. അങ്ങ് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യമല്ല, 1000 പ്രാവശ്യമല്ല നിർത്തിയിട്ടുള്ളത്. നിർത്താൻ പറ്റാതെ തോറ്റ സമയം, അപ്പൊ ആദ്യമൊക്കെ നിർത്തിയാൽ ചിലപ്പോൾ 10 ദിവസമോ അല്ലെങ്കിൽ 15 ദിവസമോ ഒക്കെ പോവായിരിക്കും. പിന്നെ അത് തീരെ പോകാത്ത ഒരവസ്ഥയായി. അപ്പോഴും ഞാൻ ദിവസവും നിർത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ വിജയപ്രദമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും? എന്റെ പ്രശ്നങ്ങൾ എന്റെ ശാരീരിക പ്രശ്നമാണ്. ആദ്യത്തെ പ്രശ്നം, ശാരീരിക പ്രശ്നമുള്ള ഒരാളെന്ന നിലയ്ക്ക് എന്റെ ശാരീരികമായ അസ്വസ്ഥതകളെ പരിഹരിക്കാതെ എനിക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ ആദ്യം എനിക്ക് മെസ്സേജ് തന്ന ആള് പറഞ്ഞു, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മാഷിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചികിത്സയ്ക്ക് പോകാം. കള്ളുകൂടി നിർത്താൻ ചികിത്സയ്ക്ക് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. എന്റെ സുഹൃത്ത് മാഷ് തന്നെയാണ് ഇത് പറയുന്നത്. അവൻ എന്റെ വളരെ അടുത്ത ക്ലോസ് ഫ്രണ്ടാണ്. അവനിപ്പോ 23 വർഷമോ 24 വർഷമായിട്ടുണ്ടാവും കുടിക്കാതായിട്ട്. ഞാൻ കുടിക്കാതെ 21 വർഷം. അപ്പൊ എന്നെക്കാൾ 2 വർഷവും 3 വർഷവും കണ്ട് സീനിയറാണ്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ തരത്തില് ആദ്യം എനിക്ക് തന്നത് എന്റെ ശാരീരികമായ, സുഹൃത്തുക്കളെ, ഉറങ്ങാതിരിക്കുന്ന ഒരു മനുഷ്യന്, ഉറക്കം വരാത്തൊരു മനുഷ്യന് ഉറങ്ങാതിരിക്കാനൊന്നും കഴിയില്ല പദ്ധതി എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഉറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോ അവിടുന്ന് ഇറങ്ങിയപ്പോ എന്നെ ചികിത്സിച്ച ആള് പറഞ്ഞു, ബിനോയുടെ രോഗം മാറിയിട്ടില്ല കേട്ടോ. ബിനോയുടെ രോഗം ഇതല്ല, ആൽക്കഹോളിസമാണ്. അത് അതുപോലെ ഇവിടെ വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടുന്ന് 3 ദിവസം ഓരോ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റിയപ്പോ ഗ്ലൂക്കോസ് കയറിയാൽ ഈ സാധനം ഒഴുകി പോകുന്ന വിചാരിച്ചത്. ഇല്ല, അത് കാലങ്ങൾ കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ രോഗത്തുനിന്ന് അപ്പൊ ആൽക്കഹോളിസം എന്ന ഉറക്കത്തിന്റെ പ്രശ്നം പരിഹരിച്ചു, ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രശ്നം പരിഹരിച്ചു, ആ ഒരു മനുഷ്യനെ കാണുമ്പോൾ അസ്വസ്ഥത പരിഹരിച്ചു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ബിനോയ് തന്നെ ചെയ്യണം. ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, ഞങ്ങൾക്ക് ചെയ്തു തരാനും പറ്റില്ല. കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ പോവുക, ചെവി തുറന്നിരുന്ന് കേൾക്കുക, മനസ്സ് ഏകാഗ്രമാക്കി കേൾക്കുക. ചിലതൊക്കെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും കേൾക്കുക, ചിലത് നമുക്ക് പണ്ടാരം കേൾക്കണ്ട, അവിടെ ഇരുന്നോ. പക്ഷെ അവിടെ ഇരിക്കുക. നമുക്ക് വേണ്ടത് വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. ആദ്യം നമുക്ക് വേണ്ടാത്തതാണ് വന്നതെങ്കിൽ നമുക്ക് വേണ്ടത് വരും. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറ്റുന്നത് വേണ്ടത് വരുമ്പോൾ അവരവിടെ ഉണ്ടാവാതെ പോകും. ഉണ്ടായിരിക്കണം. അത് നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക, അത് പ്രാവർത്തികമാക്കി നോക്കുക. നല്ലതാണോ അത് തുടരുക. നിർബന്ധങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് മീറ്റിങ്ങിൽ വന്നപ്പോ എൻ്റെ മുമ്പേ വന്നവരും പിമ്പേ വന്നവരുമായ ആളുകൾ അവര് എന്ന പദ്ധതിയിലൂടെ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി ചെയ്തത്, അവരുടെ ജീവിതത്തിലെ വൈകല്യങ്ങളെ അവർ കണ്ടെത്തി. 4-5 പടികളിലൂടെ അവരുടെ ജീവിതത്തിലെ വൈകല്യങ്ങളെ കണ്ടെത്തുകയും അത് പതുക്കെ പതുക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹാരം ചെയ്യാനും മാപ്പ് പറയാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതും, അങ്ങനെ ചെയ്തതിലൂടെ അവർക്ക് കിട്ടിയ മാനസികമായ ആ ഒരു സുഖം, ആ ഒരു സന്തോഷം, ആ പിരിമുറുക്കത്തിൽ നിന്ന് ആ ഒരു ഓയിലൊക്കെ സുഖമാക്കിയ അവസ്ഥയിലേക്ക് മാറിയത് അവർ പറഞ്ഞത് കേട്ടപ്പോ എനിക്കും ഇതൊക്കെ വേണമെന്ന് തോന്നി. അതിന് ഞാൻ മാനസികമായി ഒരുങ്ങേണ്ടതുണ്ടെന്ന് മനസ്സിലായി. ആദ്യമായിട്ട് മീറ്റിങ്ങിന് പോയപ്പോ ഈ 12 പടി വായിച്ചപ്പോ ഉണ്ണി വായിച്ച പോലെ ഇത് വല്ലാത്തൊരു പദ്ധതി, ഇതും കൊണ്ടൊന്നും പോകാൻ എന്നെ കൊണ്ടൊന്നും പറ്റുകയില്ല എന്ന് ഞാൻ മനസ്സിൽ ആലോചിച്ചതാ. ഇത് അമ്മക്ക് പറ്റിയ പണിയല്ല എന്ന്.
പക്ഷേ അവര് പറഞ്ഞ ആ സുഖം, അവരനുഭവിച്ച ആ സുഖം, അവര് തിരിച്ചറിഞ്ഞ ആ ഒരു ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു. മറ്റത് ഈ കുടിയുടെ കാലത്ത് ഒരു മായാലോകത്ത് കൂടിയാ പോയത്. ഒരു റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ലോകത്ത് കൂടിയാ പോയത്. ഒരു ഹാലൂസിനേഷനിലൊക്കെ കൂടിയായിട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ജീവിതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അറിഞ്ഞ് അനുഭവിക്കാനുള്ള അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കും ഇത് വേണമെന്ന് തോന്നി. അങ്ങനെ വേണമെങ്കിൽ ഈ പടികൾ എനിക്കാവുന്നത് പോലെ ഞാൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഓർക്കുക, ഞാൻ ഇപ്പൊ പലപ്പോഴും ആലോചിക്കാറുണ്ട് ചിലരൊക്കെ ചെയ്യുന്നത് പോലെ. കാരണം മീറ്റിങ്ങിന് വന്ന ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ നിങ്ങൾ പടി ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതുപോലെ എങ്ങാനും എന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഞാൻ മീറ്റിംഗ് നിർത്തിയേനെ. പക്ഷെ എന്നോട് പടി ചെയ്യാൻ ആരും പറഞ്ഞില്ല. പകരം അവര് പടി ചെയ്തതിലൂടെ കിട്ടിയ നേട്ടങ്ങൾ പറഞ്ഞു. എന്നാ പിന്നെ ഇത് എനിക്കും ഒന്ന് കിട്ടുമെന്ന് നോക്കണം. ഈ സന്തോഷം. അങ്ങനെയാണ് പതുക്കെ ഈ പടി ചെയ്യാനുള്ള ആവശ്യകതയിലേക്ക് ഞാൻ എത്തിയത്. ഏഴ് വന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്വസ്ഥതയില്ല, സമാധാനമില്ല, കുടിക്കുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് കുടി മാത്രമാണ് എന്റെ പ്രശ്നമെന്ന്. എന്റെ നാട്ടിലെ ഈ നാട്ടിലെ ഏറ്റവും സീനിയറായ അംഗം, എനിക്ക് ചെറുപ്പം മുതൽ എന്നെ അറിയാവുന്ന, എന്നെയൊക്കെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള രാജുവേട്ടനോട് ചേട്ടാ ഒരു സുഖമില്ല, വല്ലാത്ത അസ്വസ്ഥത എന്നൊക്കെ പറഞ്ഞ്, മോനെ ഒന്ന് പതുക്കെ നോക്കിക്കേ, ഈ പടികളൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കേ എന്ന ആ വാക്ക് എന്നെ വല്ലാതെ സ്വാധീനിച്ചതാണ്. അപ്പോഴാണ് ഈ ഓരോരുത്തരും പടി ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത മാർഗങ്ങൾ ഗ്രൂപ്പിൽ പറയുന്നത്. റിക്കവറിയുടെ പാതയിൽ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഞാൻ ഈ പറയുന്നത്. അംഗങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യരും പഠിപ്പിക്കുന്നതിൽ വെറുപ്പുള്ളവരാ. പ്രശസ്തനായ ഒരു ചൈനീസ് ചിന്തകൻ, ഞാൻ പേര് മറന്നുപോയി, ഞാൻ പഠിപ്പിച്ച, പക്ഷെ ഞാൻ മറന്നുപോയി, വയസ്സായില്ലേ, അതുകൊണ്ട് മറന്നു എന്ന് വിചാരിച്ചാൽ മതി. കുട്ടികൾ പഠിപ്പിക്കുന്നതിൽ വിമുഖരാണ്, പക്ഷെ പഠിക്കുന്നതിൽ തൽപരരാണ്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കേൾക്കാൻ ഇഷ്ടമല്ല, പക്ഷെ പഠിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അതാ മാറ്റം. ഇത് തന്നെയാണ് ഇവിടെയും. കാരണം കുടി കൊണ്ട് മാനസികമായിട്ട് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരാള്, നിഷേധ വ്യക്തിത്വത്തിന്റെ ഏറ്റവും മുകളിലെത്തിയ ഒരാള്, ഒന്നിനെയും അംഗീകരിക്കാതെ വർഷങ്ങളോളം മുമ്പോട്ട് പോയ ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തില് ആരെങ്കിലും അത് ചെയ്യേ ഇത് ചെയ്യെന്ന് പറഞ്ഞാൽ കേൾക്കുവോ? ഞാൻ കേൾക്കുകയില്ല. എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ കയ്യും കാലം വെച്ച കൂട്ടത്തിലാണ് ഞാൻ. എനിക്കത് പറ്റില്ല. അവിടെയാണ് നീ ചെയ്യെന്ന് പറയാതെ ഞാൻ ചെയ്തു, ഞാൻ അങ്ങനെ ശ്രമിച്ചു നോക്കി, ഞാൻ ശ്രമിച്ചത് ചിലത് പരാജയപ്പെട്ടു പോയി, ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് നടന്നില്ല, ഞാൻ ഇപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ചെയ്തതിലൂടെ എനിക്ക് ഇത്ര വലിയ സന്തോഷം ഉണ്ടായി, എനിക്ക് കിട്ടിയ ആ ഒരു ആനന്ദം, അവരെനിക്ക് തന്ന ആ ഒരു സപ്പോർട്ട് പറയാൻ വയ്യ. ഇങ്ങനെ അവരവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ഇതെനിക്ക് മീറ്റിങ്ങിൽ മാത്രമേ കേൾക്കാൻ പറ്റൂ. അത് മാത്രമല്ല, ആ മീറ്റിംഗ് ഹാളിൽ ഇരുന്ന് അത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഫീല് ഒരു പക്ഷെ എനിക്ക് ഒരാളോട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ കിട്ടുന്നില്ല. എന്റെ കാര്യമാണ്, നിങ്ങളുടെ ഞാൻ പറയില്ല, ഓരോരുത്തരും വ്യത്യസ്തമാണത്. ഒരാളോട് പറഞ്ഞാൽ ഒരു ഫീലും കിട്ടുകയെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷേ ആ മീറ്റിംഗ് ഹാളിൽ ഇരുന്ന് കേൾക്കുമ്പോൾ, കാരണം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒന്നാമത്തെ ആള് അത്യാവശ്യം ഒരു കൊള്ളാവുന്നതാണ്, എല്ലാം കൊള്ളാവുന്നതാണ്, അതല്ല ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും അന്നത്തെ മീറ്റിംഗിൽ മുഴുവൻ ആളുകളും ഏതാണ്ട് അതിനോട് ചേരുന്ന ഒരു ഷെയറിങ്സ് ആയിരിക്കും വരിക മീറ്റിംഗിൽ. അതിനോട് പക്ഷെ പലപ്പോഴും ആദ്യകാലത്തൊക്കെ ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുള്ളതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ട് പോകുമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആലോചിച്ച് പഠിച്ചത് ഒരെണ്ണവും കിട്ടുകയില്ല. അവിടെ കേട്ടതിന്റെ ബാക്കി എന്തെങ്കിലും പറയുക. അപ്പൊ ഈ പറഞ്ഞ ഒരാൾ പറഞ്ഞതിനോട് ചേരുന്നത് തന്നെ വീണ്ടും വീണ്ടും ആളുകളിലൂടെ ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു ഫീല് വേറൊരെണ്ണം. അപ്പൊ ഒരു വിഷമമില്ലാതെ എന്റെ ജീവിതത്തിൽ പടികളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റി. ഇത് പ്രാവർത്തികമാക്കിയാലേ എന്നെ കുടിയിലേക്ക് നയിച്ച എന്റെ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ആ തിരിച്ചറിവ് എനിക്ക് തന്ന വലിയ ഉപകാരമായിരുന്നു പതുക്കെ പടി ചെയ്യാനുള്ള പ്രയത്നം. ചെയ്തു തുടങ്ങിയപ്പോ ആവുന്നത് പോലെ, അല്ലാണ്ട് അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും അല്ല. അന്നൊന്നും ഇങ്ങനെ ഈ 12 പടികളെ കുറിച്ചൊന്നും, ഈ 12 and 12 എന്ന സാധനം ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ബിഗ് ബുക്ക് കണ്ടിട്ടുണ്ട്, ബിഗ് ബുക്ക് മാത്രമാണ് ആ തരത്തിൽ കണ്ടത്. പിന്നെ കുറച്ച് പാംലെറ്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, ബുക്സ് ഒന്നും കണ്ടിട്ടില്ല.
പക്ഷേ അപ്പോ അന്ന് ആരും ഇങ്ങനെ പ്രത്യേകിച്ച് ഈ സ്റ്റെപ്പുകളെ ഒന്നും ഇങ്ങനെ എന്ന് പറയുന്നത് പോലെ വ്യവച്ഛേദിച്ചോ ആധികാരികമായിട്ടൊന്നും പറയാൻ ആരും തന്നെ കാര്യമായിട്ടില്ല. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളാ പറഞ്ഞു കേട്ടത്. അവരറിഞ്ഞ അവര് മനസ്സിലാക്കിയ സ്റ്റെപ്പ്, അതനുസരിച്ച് അവര് ചെയ്തപ്പോ അവർക്ക് കിട്ടിയത്. അപ്പോ ഞാനും പതുക്കെ എനിക്ക് മനസ്സിലായ രീതി ചെയ്യാൻ തുടങ്ങി. എന്റെ അഹങ്കാരം പോയി എന്നല്ല, പക്ഷെ എന്റെ കാഠിന്യം കുറഞ്ഞു. പഴയ മാതിരി ഒന്നുമല്ല. മറ്റുള്ളവരെ പുച്ഛത്തോടുകൂടി കാണുന്ന ആ മനസ്ഥിതിയിൽ മാറ്റം ഉണ്ടായി. ഒരു ഞാനല്ല, എന്നേക്കാൾ വലിയവൻ ഉണ്ടെന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു തുടങ്ങി. മറ്റതല്ല, ഞാൻ തന്നെയാ വെല്ലുന്ന വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ കുറേശ്ശെ മാറാൻ, മറ്റുള്ളവരോട് കൂടെ ചേരാൻ, ഒന്നിച്ച് നിൽക്കാൻ, വിട്ടുവീഴ്ചകൾ ചെയ്യാൻ, ഇത് വീട്ടിലും നാട്ടിലും കൂട്ടായ്മയിലും ഒക്കെ ചെയ്യാനുള്ള ഒരു മാനസിക ഭാവത്തിലേക്ക് എന്നെ ഗ്രൂപ്പിന്റെ മീറ്റിംഗ്, ഒരാളെ ഞാൻ പറയില്ല, ആ കാലങ്ങളിൽ അവിടെ വന്നുപോയ എല്ലാവരും പുറത്തുനിന്ന് വന്നു. ഇപ്പൊ ഉദാഹരണം പറയുന്ന ഷാജി, മരിച്ചുപോയ സജിത്ത്, അതേമാതിരി ലാംബർട്ട് മാഷ്, ഇവരൊക്കെ അന്ന് തിരുവമ്പാടി മീറ്റിംഗിന് വരുന്നവരാണ്. എന്നേക്കാൾ സീനിയേഴ്സ് ആര്, മൊയ്തുട്ടിക്ക, ജോസഫ് മാഷ്, മരിച്ചുപോയ വയനാട്ടിലെ കൊടക്കച്ചിറ സണ്ണി, മരിച്ചുപോയ അബ്ദുള്ളാക്ക, അപ്പൊ ഇങ്ങനെ വയനാട് കൽപ്പറ്റയല്ലേ. അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാരുടെയും ഓരോ ആൾക്ക് ഞാൻ പറഞ്ഞ, ഞാൻ കേട്ട ഒരു ഷെയറിങ്ങും എനിക്ക് വെറുതെ ആയിട്ടില്ല. അവരുടെയൊക്കെ തീവ്രമാർന്ന അവരുടെ ആ അനുഭവങ്ങൾ എന്റെ ഇന്നലകളിലേക്ക് നോക്കാനും അതിൽ നിന്ന് ഇന്നിലേക്ക് വരാനും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇത് ഗ്രൂപ്പിൽ കിട്ടുന്ന ഒരു അനുഭവമായി. ആൽക്കഹോളിക് അനോണിമസ് റിക്കവറിയിലെ ഏറ്റവും വലിയ ഘടകം. റിലാപ്സ് ആവാൻ ഏറെ സാധ്യതയുള്ള ഒരാളായിരുന്നു. കാരണം കള്ളു കുടിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ്, അല്ലായികയല്ല. ഇപ്പോഴും ഒരു 2-3 വർഷം മുമ്പാന്ന് തോന്നുന്നു ഞാൻ കള്ളു കുടിക്കുന്ന സ്വപ്നം കണ്ടു. അന്ന് ഞാൻ 17 വർഷം കഴിഞ്ഞിട്ടുണ്ട്. കള്ളു കുടിക്കുന്ന സ്വപ്നം കണ്ടില്ല. ഞെട്ടി ഉണർന്ന് വേർത്ത് കാറിയൊന്നുമില്ല. കണ്ണു തുറന്നു, ലൈകല്ല, പക്ഷെ മറ്റു ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതേമാതിരി പലപ്പോഴും ഞാൻ കുടിക്കുന്നതിനെ കുറിച്ച്, കുടിക്കാൻ വേണ്ടിയല്ല, കുടിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. കുടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ആ നിമിഷം ഒരേ ഹൈറ്റ്, ഒരേ പുറത്ത് തന്നെ വരുന്നത്. കുടിക്കാതിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് കൂടെ എനിക്കറിയാം. അതിനെന്നെ സഹായിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയാണ്, ഗ്രൂപ്പാ. ഇതും അതെ. ഇപ്പൊ ഞാനിത് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ എന്റെ ആ സ്വഭാവത്തിന്റെ തീവ്രത ഇപ്പൊ ഞാൻ അറിയുന്നു. ഇതിപ്പോ എന്നെ ഒരിക്കൽ കൂടി ഇത് ഓർമ്മിപ്പിച്ചു, ഐ ആം ആൻ ആൽക്കഹോളിക് എന്ന് എന്നെ ഓർമ്മിപ്പിച്ചത് ഈ മിഡ് നൈറ്റ് സ്റ്റാർസ് ആണ്. നന്ദിയുണ്ട് എനിക്ക്. ഞാൻ പലപ്പോഴും ഇപ്പൊ കുറെ നാളുകളായിട്ട് ഓൺലൈൻ മീറ്റിങ്ങുകളിലേ പോകാറില്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഓൺലൈൻ നല്ലതാണ്, എല്ലാം നല്ലതാണ്. പക്ഷെ അത് പലപ്പോഴും മറ്റു ചിലതിനെ നിങ്ങളല്ല കേട്ടോ, ഒരിക്കലും ധരിക്കരുത്, മിഡ് നൈറ്റ് സ്റ്റാർസ് അല്ല. കാരണം ഈ സമയത്ത് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഓഫ്ലൈൻ മീറ്റിംഗ് നടക്കുന്ന ഒരു 5 മുതൽ 7-8 മണി വരെയുള്ള സമയത്തെ പല മീറ്റിങ്ങുകളും ഓഫ്ലൈൻ മീറ്റിങ്ങുകൾ ഇല്ലാതാവാൻ കാരണമാക്കി. അപ്പൊ തീർച്ചയായിട്ടും സർവീസിലുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഓഫ്ലൈൻ മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സമയങ്ങളിൽ വിളിച്ച മീറ്റിങ്ങുകളിലൊന്നും, ആ സമയങ്ങളിൽ മാത്രമല്ല, ഓൺലൈൻ മീറ്റിങ്ങുകളിലൊന്നും ഞാൻ കയറാറില്ലായിരുന്നു. ഞാൻ വരുന്നില്ല, ഓഫ്ലൈൻ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാകുകയായിരുന്നു. മറ്റൊന്നും കൊണ്ടുമല്ല, ഓഫ്ലൈൻ മീറ്റിങ്ങും ഓൺലൈൻ മീറ്റിങ്ങും റിക്കവറി വേയിൽ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഈ ഓൺലൈൻ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഓഫ്ലൈൻ മീറ്റിങ്ങിന് മാർഗമുണ്ട്. ഓഫ്ലൈൻ മീറ്റിംഗിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വ്യത്യസ്തമായ ഷെയറിങ്സ് ഇങ്ങനെ കേൾക്കുമ്പോൾ, അത് കാണുമ്പോൾ, പറയുന്ന അവരുടെ മുഖത്തുണ്ടാവുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ, അത് കഴിയുമ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഗ്രൂപ്പ് തരുന്ന സപ്പോർട്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾ തന്നെ ഷെയറിങ് കേട്ട് ബഹുമാനിക്കുന്ന, ഞാൻ ഓർക്കുന്നുണ്ട് കൊടക്കച്ചിറ സണ്ണി എന്നെ ചേർത്ത് പിടിച്ചത്. മരിച്ചുപോയ സണ്ണിയില്ലപ്പം മരിച്ചുപോയതാണ്. ഒന്നുമല്ല, അന്ന് എയിലെ സീനിയേഴ്സിന്റെ പട്ടികയല്ല, ടി കെ രവിയേട്ടൻ നന്നായിട്ടുണ്ട് കേട്ടോ ഷെയർ ചെയ്തതെന്ന് പറയുന്നത് ഞാൻ ഓർമ്മിക്കുന്നു, ഇന്നലത്തെ പോലെ ഞാൻ ഓർമ്മിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് കിട്ടുന്നത് ആ ഒരു ഓഫ്ലൈൻ മീറ്റിംഗില്ല. ഓഫ്ലൈൻ മീറ്റിംഗിൽ ഇല്ലെങ്കിൽ സർവീസ് ഇല്ല. പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. ഞാൻ ഓഫ്ലൈൻ മീറ്റിംഗിന് അല്ല ഓൺലൈൻ മീറ്റിംഗിന് ഒരിക്കലും കുറ്റം പറഞ്ഞ ആളല്ല ഞാൻ. പക്ഷെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഓഫ്ലൈൻ മീറ്റിംഗിൽ സർവീസ് ഇല്ല, സെവൻത് ട്രഡീഷൻ നടക്കില്ല. എയിലേക്ക് പുതിയ ആളുകൾ വന്ന് എയുടെ സർവീസ് രീതി പഠിക്കുന്ന സ്കൂളും ഓഫ്ലൈൻ മീറ്റിംഗ് തന്നെയാണ്. അവരെ കൂടെ കൂട്ടി നമ്മൾ 12ാം പടിക്ക് പോയി ഒക്കെയാണ് നമ്മളിത് ചെയ്യുക. അങ്ങനെയാണ് അവരെ അത് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഈ ഗ്രൂപ്പിന്റെ സെക്രട്ടറിയും ഡിസ്ട്രിക്ട് കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ മനസ്സിലാക്കുക, അതിന്റെ ആവശ്യകത മനസ്സിലാക്കുക. നമ്മുടെ ധാരണയിലുള്ളത് ചിലർക്കൊക്കെ ആളാവാൻ വേണ്ടി
ചിലർക്കൊക്കെ കസേരയിൽ ഇരിക്കാൻ വേണ്ടി, ചിലർക്ക് അധികാരികളാവാൻ വേണ്ടിയുള്ളതാണ്. അതിനപ്പുറമുള്ള കുറെ മാനങ്ങളേലുണ്ട്. ആ ഒരു തരത്തിലേക്ക് പുതിയ ആളുകൾ വരുന്നത് ഈ ഓഫ്ലൈൻ മീറ്റിങ്ങിലൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ തരത്തിൽ ഓഫ്ലൈൻ മീറ്റിംഗ് എന്നല്ല, എല്ലാ മീറ്റിംഗിൽ നിന്നും കിട്ടേണ്ടത് എനിക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയും. ആൽക്കഹോളിക്സ് അനോണിമസിനെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ട്, അവനവനെ സുന്ദരനാക്കുന്ന പരിപാടിയാണ്. എന്നെ സുന്ദരനാക്കുന്ന പരിപാടിയാണ്. എങ്ങനെ? ഇവിടുത്തെ മിറർ ആൽക്കഹോളിക്സ്. ആൽക്കഹോളിക്സ് സാധാരണ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എന്റെ കുറവുകളെ ഇങ്ങനെ കണ്ടെത്തി അത് പരിഹരിച്ച് ഞാൻ സുന്ദരനാവും. ഞാൻ തന്നെയാണ് ഇവിടുത്തെ ബ്യൂട്ടീഷ്യൻ. ഞാൻ തന്നെയാണ് ഇവിടെ തെറാപ്പിക്ക് വന്നിട്ടുള്ളത്, തെറാപ്പിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്റെ കുറവുകളെ കാണിച്ചിരുന്ന ആൽക്കഹോളിക്സ് അനോണിമസ്. എങ്ങനെ? മറ്റുള്ളവരുടെ കുറവുകൾ പരിഹരിച്ചത് മാർഗത്തിലൂടെ. അപ്പൊ തീർച്ചയായിട്ടും പുതിയ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഈ മദ്യപാനത്തോട് ഇത്രയേറെ താല്പര്യമുള്ള എനിക്ക് ഇനി ഒരു കുടിയിലേക്ക് പോകാതിരിക്കാൻ ഉള്ള പ്രേരണ എന്താണ്? ഗ്രൂപ്പ് തന്നെയാ തരുന്നത്. എങ്ങനെ? ഇന്ന പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ആൽക്കഹോളിക് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റില്ല. 21 കൊല്ലമായില്ലേ, ഇനിയിപ്പോ വേണം നിയന്ത്രിച്ച് കുടിക്കാമെന്ന് എനിക്ക് തോന്നിയാൽ 25 കൊല്ലം അയാൾ റിലാക്സ് ആയ കഥയാണ് ഞാൻ കേൾക്കാൻ പോകുന്ന അടുത്ത്. അപ്പൊ 21 കൊല്ലം ഞാൻ കണ്ടിട്ടുണ്ട് 25 കൊല്ലം അയാൾ റിലാക്സ് ആയി. പിന്നെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെനിക്ക് തന്നത് ഗ്രൂപ്പാ. റിലാപ്സ് ആവാനുള്ള പ്രേരണ ഉണ്ടായ ആൾക്കാർ, റിലാപ്സ് ആയ ആളുകളെല്ലാം വന്ന് പറഞ്ഞത്, ഞങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഗ്രൂപ്പ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല. ഗ്രൂപ്പ് മീറ്റിംഗിന്റെ പ്രസക്തിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പറയുന്ന കൂട്ടായ്മയ്ക്ക് റിലാപ്സ് പ്രിവെൻഷൻ പ്രോഗ്രാം എന്ന് പറയാറുണ്ട്. റിലാപ്സ് പ്രിവെൻഷൻ പ്രോഗ്രാം. ആൽക്കഹോളിക്സ് അനോണിമസ് ആണ് റിലാപ്സ് പ്രിവെൻഷൻ പ്രോഗ്രാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലൂടെ സ്ഥിരമായി സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലാത്തൊരു വ്യക്തിയിൽ റിലാപ്സ് സംഭവിക്കുന്നതിനേക്കാളും എത്രയോ ശതമാനം കുറവായിരിക്കും എയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് റിലാപ്സ് സംഭവിക്കുക. മീറ്റിങ്ങിന് പോയത് കൊണ്ട് റിലാപ്സ് സംഭവിക്കാതിരിക്കുകയൊന്നുമില്ല കേട്ടോ. മീറ്റിങ്ങിൽ കേൾക്കുന്നത് അവനവന് പറ്റുന്നത് പോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ റിലാപ്സ് സംഭവിക്കാതിരിക്കുള്ളൂ. ഇവിടെ വെച്ച് ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ ഒറ്റപ്പെട്ട് നടക്കരുത്. രണ്ടാമത്, ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ഹാൾട്ടൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് ഈ പറയുന്ന കൂട്ടായ്മയ്ക്കകത്ത് വെച്ചിട്ടാണ്. എന്റെ കുറവുകളെ ഞാൻ കണ്ടെത്തുന്നുണ്ട്. ഞാനൊരു പെർമനന്റ് ഡിസീസ് ബാധിച്ച ആളാണ്, ഞാനൊരു രോഗിയാണ് എന്ന് ഞാൻ സമ്മതിച്ചത് എന്റെ 10 ദിവസം കിടന്ന ആശുപത്രിയിൽ നിന്നല്ല. അവിടുന്ന് ഞാൻ മൂളിയാലും എനിക്ക് സംശയമായിരുന്നു. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞപ്പോ, അവിടെ വന്ന പലരും സംസാരിക്കുന്നത് കേട്ടപ്പോ, എസ്പെഷ്യലി 1-2 റിലാപ്സുകാർ അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ഉറപ്പായി ഞാനൊരു രോഗിയാണ്. ഞാൻ സമ്മതിച്ചു. എന്നിട്ടും എവിടെയോ ഉണ്ടായിരുന്ന ലേശ സംശയമാണ് 8 മാസം കഴിഞ്ഞപ്പോ എന്നെ റിലാപ്സ് ആക്കിയത്. അതോടെ 100% ഉറപ്പായി. പിന്നെ എനിക്ക് സംശയം ഉണ്ടായിട്ടില്ല. അത് കൂട്ടായ്മയെന്ന് കിട്ടിയതാ. അപ്പൊ എന്റെ റിലാപ്സിനെ തടയണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഞാൻ ബലഹീനനാണ്, ഞാൻ ശക്തിഹീനനാണ്. ഒരു കാര്യത്തിൽ മാത്രമല്ല, എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയിട്ടുണ്ട്. അതിനെ നിയന്ത്രിക്കണമെങ്കിൽ ചില പ്രത്യേക മാർഗങ്ങളിലേക്ക് ഞാൻ മാറണം. ഇന്നലെ പോയ അവസ്ഥയിൽ പോയാൽ ഞാൻ ഇന്നും രക്ഷപ്പെടില്ല. രക്ഷപ്പെടണമെങ്കിൽ ഇന്നലെ പോയ അവസ്ഥയിൽ നിന്ന് മാറി ഞാൻ പുതിയൊരു അവസ്ഥയിലേക്ക് മാറേണ്ടതുണ്ട്. ഇതൊക്കെ കൂട്ടായ്മയാണ് കിട്ടിയത് എനിക്ക്. ആൽക്കഹോളിക്സ് അനോണിമസ് ലിറ്ററേച്ചറുകളെ കുറിച്ചുള്ള അറിവ്, റിക്കവറിയുടെ സമയത്ത് ലിറ്ററേച്ചർ എങ്ങനെ സഹായിക്കുമെന്നുള്ള അറിവ്, ബിഗ് ബുക്ക് വായിക്കുന്നത് കൊണ്ടുള്ള മെച്ചം, ഈ പറയുന്ന ഡെയിലി റിഫ്ലക്ഷൻസ്. അന്ന് ലിവിങ് സോബർ ഒന്നും നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല. സുബോധ ജീവിതം മലയാളത്തിലായത് വളരെ അടുത്ത കാലത്താണ്, ഇംഗ്ലീഷിലും എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഉള്ള തരത്തിൽ ഈ ലിറ്ററേച്ചറുകളുടെ പ്രാധാന്യം, 12ാം പടി ചെയ്തതിന് സഹായം. ആ കാലത്ത് 12ാം പടി കുറേയും കൂടെ ആഴത്തിലുള്ളതായിരുന്നു. ഇപ്പൊ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, കുറേയും കൂടെ ആഴത്തിലായിരുന്നു. അത് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, നോട്ട് ലിറ്ററേച്ചർ, ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. നമ്മുടെ അനുഭവങ്ങൾ, നമുക്ക് അയാളോട് പറയാനുള്ളത് നമ്മുടെ അനുഭവങ്ങളാണ്. ബിഗ് ബുക്കിൽ ബില്ലിന്റെ കഥയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ തന്നെയാ പറയാനുള്ളത്. നമ്മൾ എന്തായിരുന്നു, നമ്മൾ ഇപ്പൊ എന്താണ്, ഇങ്ങനെ ആവാനുള്ള കാരണം, ഇത് അയാളോട് പറയാൻ നമുക്കത് നല്ല ഉത്സാഹമായിരുന്നു. ധാരാളം 12ാം പടി പ്രവർത്തനങ്ങൾക്ക് പോകാൻ കഴിയും. ഒരു സർവീസും അല്ല, അന്ന് സർവീസും ഇല്ല. അന്ന് എന്റെയൊക്കെ നമ്പർ ഈ PA നമ്പറായിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് വിളികൾ, എസ്പെഷ്യലി ആ KSRTC ബസിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് വിളികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അതൊക്കെ എനിക്ക് എന്നെ തിരിച്ചറിയാൻ സഹായകമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടി ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടി ചെയ്തതല്ല. ഈ പറഞ്ഞ ഈ എന്റെ നമ്പർ സർവീസ് നമ്പറായി കൊടുത്തത് മാസികകളിലും അതേമാതിരി നമ്മുടെ സ്റ്റിക്കറുകളിലും ഒക്കെ വന്നത്, ഇതൊന്നും ഞാൻ എക്ക് വേണ്ടി ചെയ്തതല്ലെന്ന് എനിക്കിന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം അതൊക്കെ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ, എനിക്ക് എന്റെ ക്വാളിറ്റിയിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ എന്റെ വളർച്ചയ്ക്ക് മുമ്പോട്ട് ഒരുപാട് സഹായകമാകാൻ വേണ്ടി ചെയ്തതാണ്. ഒന്നും ഞാൻ എക്ക് വേണ്ടിയല്ല ചെയ്തത്, എനിക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. അതിനേക്കാളും വലുതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥിക്കാനുള്ളതല്ല എന്നുള്ളതാണ്. തെറ്റിദ്ധരിക്കരുത്. ഇയാൾ ഈ പാതിരായ്ക്ക് വന്നിട്ട് എന്നാ കോപ്പ പറയുന്നതെന്ന് വിചാരിച്ചേക്കരുത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥിക്കാനുള്ളതല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഉണ്ടായത്, എന്റെ ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായ വട്ടായത് ആ ചിന്ത വന്നത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. കാരണം നിങ്ങളിൽ അധികം ആളുകളും അല്പകാലമൊക്കെ കൂടെ പോയ ആളുകളാവുന്നതുകൊണ്ട് കേൾക്കുന്ന അർത്ഥത്തിൽ അതിനെ എടുക്കുകയില്ല. അത് പ്രവർത്തിക്കാനുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രാർത്ഥന പ്രവർത്തിക്കാനുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ ഏതൊരംശം പ്രവർത്തിച്ചാലും മനസമാധാനമുള്ളവനായി മാറും. മാറ്റാൻ പറ്റാത്തതിനെ സ്വീകരിക്കാൻ പ്രശാന്തമായ മനസ്ഥിതി ഉണ്ടായാലും അശാന്തമായ മനസ്ഥിതി കൊണ്ടാണെങ്കിലും മാറ്റാൻ പറ്റാത്തതിനെ സ്വീകരിച്ചാൽ അസ്വസ്ഥതകളിൽ നിന്ന് നമ്മൾ മാറും. നമുക്കറിയാം, ആൽക്കഹോളിക് ആയ ഒരു വ്യക്തിക്ക് ഒട്ടും പറ്റാത്തൊരു സാധനം അസ്വസ്ഥതയാണ്. ഒരു തരത്തിലുള്ള അസ്വസ്ഥതയും. ഈവൻ ബസ് കാത്തു നിന്നിട്ട് സമയത്ത് ബസ് വന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന അസ്വസ്ഥത എന്ന് ആലോചിച്ചാൽ മതി. ബസ് കാത്തു നിന്നിട്ട് ആ ബസ് വരാൻ താമസിച്ചാൽ സമയത്ത് എത്തിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു റെസ്റ്റ്ലെസ്നെസ് ഒന്ന് ആലോചിച്ചാൽ. അപ്പൊ മറ്റു പല കാര്യങ്ങളും ആലോചിച്ച് നോക്കി. മാറ്റാൻ പറ്റാത്തതാണ്, പക്ഷെ നമുക്കത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. മാറ്റിയേ മതിയാവുള്ളൂ. നമുക്ക് പറ്റാത്തതാന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ഈ കോപ്പൊന്ന് മുത്താവോ നോക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള ആ ഒരു പഴയ ഡയലോഗ് ഇതാ വരിക. അതായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഇരുമ്പിന്റെ മുകളിൽ കടിച്ച് പല്ല് പോവുക ചെയ്തത്. ഇരുമ്പിനൊന്നും പറ്റിയില്ല. എന്നിട്ട് പിന്നെയും കടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു. കടിച്ചിട്ട് കാര്യമില്ലാന്ന് ചിന്തിക്കാൻ തോന്നിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പലതിനെയും മാറ്റാൻ പറ്റാത്തതാണ് ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് പറ്റാത്തത് ദൈവത്തിന് പറ്റും. ഐ കാൺ ബട്ട് ഹീ ക്യാൻ. വലിയൊരു ചിന്തയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഐ കാൺ ബട്ട് ഹീ ക്യാൻ. എനിക്ക് കഴിയാത്തത് എന്നേക്കാൾ വലിയവന് കഴിയുമെന്ന് തോന്നാത്തത്. അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് വെച്ച് ഞാൻ മാനസികമായിട്ട് സ്വീകരിച്ച പലതും പതുക്കെ ഞാൻ തന്നെ മാറ്റിയിട്ടുണ്ട്. മാറ്റാൻ പറ്റാത്തതെന്ന് ഓർത്ത് ഞാൻ സ്വീകരിച്ചത് എന്നേക്കാൾ വലിയൊരു ശക്തിയുടെ സഹായത്തോടുകൂടി പിന്നീട് ഞാൻ പോലും അറിയാതെ അത് മാറ്റാൻ എനിക്ക് കഴിഞ്ഞത്. എന്റെ സ്വഭാവങ്ങളിലെ മാത്രമല്ല, എന്റെ ഡേ ടു ഡേ ലൈഫിലെ പല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, പല വ്യക്തികളുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഉരുവിടാനുള്ളതല്ല. പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം മദ്യാസക്തരുടെ കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് പോലെ, സമയാകുമ്പോൾ ഒന്ന് പറയണേ. അപ്പം എന്ന് പറയുന്നത് പോലെ ഇത് പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാർത്ഥനയും പ്രവർത്തിക്കുന്നതാണ്. ഞാൻ പ്രവർത്തിക്കേണ്ടതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിലെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ എന്ന് നമ്മൾ നമ്മുടെ ആ ഒരു കൂട്ടായ്മയുടെ ഐക്യത്തിൽ പറയുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്യേണ്ടതാണ്. എന്റെ റിക്കവറി എന്റെ കയ്യിലാവുള്ളൂ. എയുടെ സഹായത്താൽ അത് വാങ്ങിയെടുക്കണമെങ്കിൽ ഞാൻ പോകണം. മീറ്റിങ്ങിൽ ഞാൻ ആയിരിക്കണം. ഞാൻ ഷെയർ ചെയ്യേണ്ടത് ഞാൻ ഷെയർ ചെയ്യണം. മീറ്റിങ്ങിൽ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഞാൻ ഏറ്റെടുക്കണം. ചില ആളുകൾ പറയും, ഓ എനിക്ക് എന്റെ കുടിയുടെ കാര്യത്തിന് വേണ്ടി വന്നാ, അല്ലാണ്ട് വേറെ സ്ഥാനത്തിനൊന്നുമല്ല. സ്ഥാനമൊന്നുമല്ല സുഹൃത്തുക്കളെ. എയിലെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇപ്പൊ തന്നെ ഈ മീറ്റിങ്ങിൽ ലിങ്ക് ഉണ്ടാക്കി ഒരാൾ അയക്കുന്നുണ്ട്. അതിന് ഞാൻ അയക്കുന്നില്ല, വേറുള്ളവർ അയച്ചോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ചെയ്തേ മതിയാവും. ഇത് ഞാൻ ചെയ്യേണ്ടതാണ്. എനിക്ക് വേണ്ടിയാ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് വേണ്ടിയാ ചെയ്യുന്നത്. ചില ആളുകളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിരിക്കും. അത് അയാൾക്കും ഗുണം പിടിക്കാനുള്ള അവസ്ഥ. എനിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കതിന് അവസരം തന്നതിന് ദൈവത്തോട് നന്ദി പറയുക ഞാൻ ചെയ്യുന്നത്. ഇന്നലെ വരെ ഞാൻ ചെയ്തതിന് കണക്ക് പറയുന്നവനായിരുന്നു ഞാനെങ്കിൽ ഇന്ന് എനിക്ക് കൂടുതലായി ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ദൈവത്തോട് നന്ദി പറയാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു മനോഭാവം തന്നത് എയിലെ ഒരു ഷെയറിംഗ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന നേട്ടത്തെ കുറിച്ച് ചോദിച്ചാൽ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരുപാടുണ്ട് എ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞാൽ.
ഒരു വ്യക്തിയെ അടിമുടി മാറ്റാൻ നല്ലൊരേ കൂട്ടായ്മയ്ക്ക് കഴിയും. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ തന്നെയാണ് കൂട്ടായ്മ. പലപ്പോഴും വന്ന ഒരു പുതുമക്കാരന് ഒരു സ്പോൺസറോ മറ്റോ ആവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പിലൂടെ സ്പോൺസറിങ് ചെയ്യാൻ പറ്റും. കാരണം അവന് മനസ്സിലാവുന്ന ഭാഷയിൽ കൊച്ചു കൊച്ചു അനുഭവങ്ങളെ നമ്മൾ ഓരോ ദിവസവും ബോധപൂർവം പങ്കുവെക്കുന്നതിലൂടെ, അവിടെയാണ് സർവീസ് ഓറിയന്റഡ് ആയ കുറെ ആളുകളുടെ പ്രസക്തി. ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ആളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്കതല്ലാണ്ട് വേറെ ഷെയർ ചെയ്യാൻ എക്സ്പീരിയൻസസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഏറ്റവും ഗുണപ്രദമാവും ഇതാണെന്ന് കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അയാൾക്ക് വേണ്ടി കൂടി ഞാൻ കണക്ക് കൂട്ടിക്കൊണ്ട് ചെയ്യും. അത് അയാൾക്ക് ഗുണകരമായി മാറും. ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങളിൽ പലരും സീനിയേഴ്സ് ആയ ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. നല്ല കാര്യം. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. 2001 എൻ്റെ കണ്ടിന്യൂസ് സോബറൈറ്റി ആരംഭിക്കുന്നത്. 2000 ഞാൻ ഏഴ് എത്തുന്നത്. 2001 എൻ്റെ കണ്ടിന്യൂസ് സോബറൈറ്റി. 2001 ജൂലൈ 24. ഞാൻ ഇന്നാൾ ടോക്കൺ വാങ്ങിയപ്പോൾ ഷിബു എന്നെ വിളിച്ചിരുന്നു. എന്നോട് അന്ന് വരുന്നോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ചില സാങ്കേതിക കാരണങ്ങളും പിന്നെ ഞാൻ ഓൺലൈൻ മീറ്റിങ്ങിൽ ഇങ്ങനെ പോകാറില്ലാത്തതുകൊണ്ട് കൂടിയാണ് ഞാൻ അന്ന് അത് ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോ പിന്നെ ഇന്ന് എന്താ ചോദിക്കും? ഒന്നുമില്ല, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നൈറ്റിൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം ഇവിടുത്തെ മീറ്റിങ്ങുകളെ ബാധിക്കുന്നേ ഇല്ല. പിന്നെ ഇപ്പൊ അതിനുള്ള പ്രശ്നമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അത് പിന്നത്തെ കാര്യം. അപ്പൊ അന്ന് എൻ്റെ ആക്ച്വൽ ബർത്ത് ഡേറ്റ് അല്ല, ജൂലൈയിൽ കഴിഞ്ഞതാണ്. അപ്പൊ ടോക്കൺ വാങ്ങിയില്ല. കാരണം കോവിഡ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഏതെങ്കിലും ഗ്രൂപ്പ് മീറ്റിംഗ് തുടങ്ങിയിട്ട് ഒരു മീറ്റിംഗിൽ വൈകുന്നേരം മീറ്റിംഗിൽ ചെല്ലുമ്പോൾ ഒരു ടോക്കണുമായിട്ട് പോവുക. എന്നിട്ട് അവിടുത്തെ ഗ്രൂപ്പ് സെക്രട്ടറിയോട് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഉത്തരവാദപ്പെട്ടവരോട് ചോദിക്കുക, എനിക്കൊരു ടോക്കൺ ഇവിടുന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അങ്ങനെ ഇങ്ങോട്ട് വാങ്ങാം എന്ന് വിചാരിച്ചിരുന്നു. ഞാനത് ഒരു ഫംഗ്ഷനിലൊന്നും അല്ലാതെ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നതാണ്. എളിമകൊണ്ടൊന്നും അല്ലട്ടോ, അതും പറഞ്ഞുതരാം. പ്രത്യേക സാഹചര്യം. പിന്നെ എനിക്ക് ഞായറാഴ്ചകളിലൊന്നും ഞാൻ ഇവിടെ ഇല്ല. മിക്കവാറും പരിപാടികളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പാണ് ഞാൻ ചികിത്സ കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ, അന്ന് അവിടെ ഞങ്ങൾ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ ഹൗസിലായിരുന്നു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത് ആ കാലത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഡോൺ ബോസ്കോ ഹൗസിൽ ഞങ്ങൾക്ക് അന്ന് സപ്പോർട്ട് അച്ഛനില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ മീറ്റിംഗ് നടക്കാറുണ്ട്. ഈ കൊറോണയായിട്ട് 2 വർഷമാണ് മീറ്റിംഗ് ഇല്ലായിരുന്നു. അപ്പോ ഡിസംബർ 26 അപ്പൊ എന്നെ ഒരു സിസ്റ്ററാണ് ചികിത്സിച്ച സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബിനോയ് നമുക്ക് ഇവിടെ ഒരു മീറ്റിംഗ് തുടങ്ങാം, ബിനോയ് ഇന്നൊന്ന് വരുമോ, വൈകുന്നേരം ഒന്ന് വരുമോ എന്ന് വെച്ചു. ഞാൻ സിസ്റ്ററെ, ഞാനിന്ന് രാവിലെ 2 പരിപാടിയിലാണുള്ളത്. ഒന്ന് രാവിലെ എനിക്ക് കേരള ഇന്റർഗ്രൂപ്പിന്റെ ഒരു പരിപാടി ബാലുശ്ശേരിയിലുണ്ട്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കുന്നമംഗൽ ഇന്റർഗ്രൂപ്പിന്റെ വാർഷികമാണ്. അപ്പൊ അതിന് പോകണം. അപ്പൊ സിസ്റ്ററിന്റെ ടോണിൽ ഒരു ചെറിയ ഒരു എനിക്ക് ഫീൽ ചെയ്തു. സിസ്റ്ററെ എപ്പോഴാ പരിപാടി? ഞാൻ പറഞ്ഞു ഒരു 4 മണി കഴിയുമ്പോഴാണ്. ഞാൻ പറഞ്ഞു സിസ്റ്റർ, ഞാൻ എങ്ങനെയെങ്കിലും ഒരു 4:30 ആകുമ്പോഴേക്ക് എത്താവോ എന്ന് നോക്കട്ടെ. 3 മണിക്കാണ് കുന്നമംഗലത്തെ പരിപാടി. അപ്പൊ അത് കയറി ഉദ്ഘാടനം കഴിച്ച് ഞാൻ അവരോട് ചോദിച്ചിട്ട് ചാടി വരാമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 4:30 എന്ന് പറഞ്ഞ 4:30 കഴിഞ്ഞു ഞാൻ വരുമ്പോൾ. അപ്പൊ ഞാൻ അവിടുന്ന് പോരുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന പ്രമോദ്, അയാളും ഈ അഗസ്ത്യമൊഴി ചികിത്സ കഴിഞ്ഞ ആളാണ്. അവനൊരു സുഹൃത്ത് രാജേഷ്, ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ കാറിൽ കയറി ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ സിസ്റ്ററെ വിളിച്ച് കണ്ടപ്പോൾ ഒരാളും വന്നില്ല ബിനോയ്. സിസ്റ്റർ ഭയങ്കര സങ്കടത്തോടെ, ഒരാളും വന്നില്ല ബിനോയ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു വല്ലാത്ത വിഷമം. അപ്പൊ ഞാൻ ചോദിച്ചു, സിസ്റ്ററെ എനിക്ക് 9-ാം തീയതി ഇവിടുന്ന് ടോക്കൺ തന്നേക്കാവോ? നമുക്ക് അതായത് മീറ്റിംഗ് അന്നങ്ങ് ആരംഭിക്കാം. 2-ാം തീയതി ഞായറാഴ്ചയാണ്, പക്ഷെ ഞാനന്ന് രാജാക്കാണ്, അതുകൊണ്ട് പറ്റില്ല. അപ്പൊ 9-ാം തീയതി എനിക്ക് ഇവിടുന്ന് ടോക്കൺ തന്നേക്കാവോ? പെട്ടെന്ന് എടുത്ത് തീരുമാനം. കാരണം അന്ന് മീറ്റിംഗ് ആക്കാം നമുക്ക്. അപ്പൊ അന്ന് മീറ്റിങ്ങിനുള്ള ആളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെയാണ് 9-ാം തീയതി ഞാൻ ടോക്കൺ വാങ്ങിയത് പെട്ടെന്ന്. അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് വന്ന ഒരുപാട് ഈ പറഞ്ഞ തിരിച്ചറിവിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത്. പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്. അസ്വസ്ഥതകളിൽ നിന്ന് മാറാൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അത്രയും സഹായിക്കുന്ന വേറൊരു സംഭവമില്ല. കാരണം ആയിരിക്കുന്ന അവസ്ഥയോട് പൊരുത്തപ്പെടുക. എന്തായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം? ബുദ്ധൻ തന്നെ പറഞ്ഞ എന്താ? ഡിസയർ ഈസ് ദ കോസ് ഓഫ് ഓൾ സാഡ്നസ്. എല്ലാ ദുഃഖത്തിന്റെയും കാരണം ആഗ്രഹങ്ങൾ. ഏറ്റവും വലിയ നിരാശ ഉണ്ടായത് എന്താ? നടക്കാത്തത് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഏഴ് വന്നപ്പോ എന്ത് കിട്ടി? നടക്കുന്നതിനെ കുറിച്ച് ആഗ്രഹിക്കാൻ. ആഗ്രഹിച്ചത് കിട്ടാത്തപ്പോ അത് എനിക്ക് ഈശ്വരൻ വിധിച്ചിട്ടുള്ളതല്ല എന്ന് ചിന്തിക്കാത്തത്. ഏറ്റവും വലിയ ഒരു പോസിറ്റീവായ ആസ്പെക്ട് അല്ലേ അത്? ആലോചിച്ച് നോക്കി. 3-ാമത്തെ പടി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ഞാൻ എൻ്റെ ജീവിതം, ഇനി അത് ദൈവം ചെയ്തോളൂ. അതിൽ അടങ്ങിയിരുന്നാ പോരാ, ദൈവം തരും. ഇപ്പൊ ഞാൻ ഇന്നൊരാളോട് പറഞ്ഞ ഉദാഹരണം പറയാം. തെങ്ങ് വെച്ചു. ഒരു തെങ്ങ് ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ
അയലോക്കത്തെ തെങ്ങയിലൊക്കെ ഒരു 10 25 തേങ്ങ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് വേണം എന്റെ തെങ്ങ ഒരു 100 തേങ്ങ ഉണ്ടായി. എന്നെ സഹായിക്കാൻ വേണ്ടി, എന്റെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി ദൈവത്തിനോട് ഒരു 100 തെങ്ങ് എന്റെ തെങ്ങിന് ഉണ്ടാക്കി തരാം. തെങ്ങ് എനിക്കില്ലെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ തെങ്ങ് ഞാൻ വെക്കണം. മൂന്നാമത്തെ പടിയിൽ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തതാണെങ്കിൽ ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ദൈവഹിതം മനസ്സിലാക്കുക എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒന്നുണ്ട്. നമുക്ക് മാനസികമായി വരുന്ന പക്വത, ദൈവത്തിന്റെ ഭാഷ കേട്ടാൽ മനസ്സിലാവുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തും. എങ്ങനെ? പടികളിലൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇൻഡ്യൂഷനായിട്ട് തരും ചില കാര്യങ്ങൾ. അത് ചെയ്യുമ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത റിസൾട്ടുകൾ വരാൻ തുടങ്ങും. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കൂട്ടായ്മ, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കൂട്ടായ്മ. ഈ അത്ഭുതങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അങ്ങനെ 2001 വന്നു. 2002 മുതൽ എയുടെ സർവീസിലെത്തി. ഞാൻ ഒരു IGR ആയിട്ടാണ് ആദ്യം പോകുന്നത്. കോഴിക്കോട് സുരക്ഷ ഹോസ്പിറ്റലിലാണ് അന്ന്. കേരള ഇന്റർഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഇന്റർഗ്രൂപ്പ് മാത്രമേ കേരളത്തിൽ. അപ്പൊ അന്ന് സുരക്ഷ ഹോസ്പിറ്റലിലാണ് മീറ്റിംഗ് നടക്കുന്നത്. സണ്ണി അന്ന് ചെയർമാൻ ആയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. PI ചെയർമാൻ അല്ല, ചെയർമാൻ അന്ന് ആദ്യം PI ചെയർമാൻ ആയിരുന്നു കേരള ഇന്റർഗ്രൂപ്പിൽ, അതിനുശേഷം ചെയർമാൻ ആയിരുന്നു. എന്റെ ഓർമ്മ ചെയർമാൻ തന്നെയാണ്. അങ്ങനെ ചെയർമാൻ ആയിട്ട് തോന്നുന്നു. അത് 2 വർഷം കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കുന്നില്ല. എന്തായാലും ഞങ്ങൾ രണ്ടും കൂടിയാണ് പോവുക. അവിടെ വെച്ച് എന്റെ ഓർമ്മ വാസുവേട്ടനല്ല വെങ്കിട്ടാണെന്ന് എന്റെ ഓർമ്മ. ഒരു ഷെയർ ചെയ്തു, അത് വാസുവേട്ടനോ ആരോ ഒരാളാണ് ഒരു ഷെയർ ചെയ്തു. മീറ്റിംഗ് കഴിഞ്ഞു. മുകളിലെ ഇന്റർഗ്രൂപ്പിന്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ സുരക്ഷ ടെറസിൽ നിങ്ങൾ വർത്താനം പറയാം. അപ്പൊ ഇവരെയൊക്കെ അന്ന് കാണുന്നത് വലിയ നിധി കിട്ടിയ പോലെയാ, വലിയ നിധി കിട്ടിയ പോലെയാ. കാരണം ഇവരുടെ വായിന്നൊക്കെ ഉള്ള വർത്താനങ്ങൾ കേൾക്കുന്നത്, അതുമല്ല വളരെ റെസ്പെക്ട്ഫുൾ പേഴ്സൺസ് ആണ്. കാരണം അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും ആ മോനെ എന്നുള്ള വിളിയൊക്കെ ഒരുപാട് സുഖം തരുന്നതായിരുന്നു. അവരോട് ഇങ്ങനെ മുട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ ഈ പൂച്ച കുഞ്ഞുങ്ങളൊക്കെ രാത്രി കിടക്കുമ്പോൾ പുതപ്പിന്റെ ഉള്ളിൽ വന്ന് നമ്മുടെ വയറിനോട് ചേർന്ന് കിടക്കുന്നത് പോലെ തന്നെ അവരടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു വല്ലാത്തൊരു ഒരു കൺസേൺ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാനത്. എനിക്ക് അനുഭവിക്കാനുള്ള യോഗം കിട്ടിയിട്ടുണ്ട് പല സീനിയേഴ്സിൽ നിന്നും. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ പറഞ്ഞു, ഞാന് ആദ്യമായിട്ട് ഡെലിഗേറ്റ് ആയപ്പോഴാണോ ക്ലാസ് ബി ടെസ്റ്റ് ആയപ്പോഴാണ്, ഞാനല്ല ഈ പറയുന്ന കക്ഷി, ഓർക്കുന്നില്ല. ഏതായാലും കോൺഫറൻസിന് പോവുക. പണ്ട് കോൺഫറൻസിൽ എല്ലാവർക്കും പോകാമായിരുന്നു. കാരണം കോൺഫറൻസ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കോൺഫറൻസ് ഡെലിഗേറ്റിനും പോകാം, മറ്റുള്ളവർക്കും പോകാം. പക്ഷെ ഡെലിഗേറ്റ്സിന് വോട്ട് ചെയ്യാൻ പാടുന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ പറയും. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അങ്ങനെ ആദ്യം ഞാൻ ഇങ്ങനെ കോൺഫറൻസ് മെമ്പറായി. കോൺഫറൻസിൽ ആദ്യത്തെ വർഷം പോയി. അന്ന് എനിക്ക് ഏതാണ്ട് 7,500 രൂപ എങ്ങാണ്ട് ചെലവായി എന്ന് പറഞ്ഞു. അക്കാലത്ത് അദ്ദേഹം ഒന്ന് ഇൻഷുറൻസ് കമ്പനിയിൽ എന്തോ ജോലി ചെയ്യുന്ന സമയമാണ്, വലിയൊരു ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ്. അതെനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയില്ല. ഈ പൈസ പോയത് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം എന്നും മദ്യപിച്ചുകൊണ്ടിരുന്ന ഞാൻ 1 വർഷം മദ്യപിക്കാതെ ഇരുന്ന് അതിന്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിക്കൊണ്ട് സർവീസിലെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഞാൻ ഇപ്പൊ 3 വർഷം 4 വർഷം കണ്ടേ എനിക്ക് ഡെലിഗേറ്റ് ആയിരുന്നു തോന്നുന്നത്. അത് തന്നെ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മീറ്റിങ്ങിന് പോയ കോൺഫറൻസിന് പോയി. അതിനുവേണ്ടി ഇത്ര പൈസ ചെലവായതിൽ എനിക്ക് ദുഃഖമൊന്നും തോന്നിയില്ല. കുടുംബത്തിലെ ആരും അതിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ അല്പം കഴിഞ്ഞപ്പോ അത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ചെലവാക്കിയ പണം എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എടുത്താൽ ഞാൻ പോയത്. പക്ഷെ എന്റെ ശമ്പളം എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും തുല്യ അവകാശമുള്ളതാണ്. അതിൽ ഓരോ ഓഹരിക്ക് എനിക്ക് അവകാശമുള്ളൂ. അതുകൊണ്ട് എന്റെ അടുത്ത് എന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ബാക്കിയുള്ളത് വീട്ടിൽ കൊടുക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് അത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നി. അടുത്ത പ്രാവശ്യം കോൺഫറൻസിന് പോകണം. പക്ഷെ അത് എന്റെ ആഗ്രഹമാണ്. പക്ഷെ എങ്ങനെ പോകും? ഇങ്ങനെ പണം എടുത്ത് പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോ സാധാരണയായിട്ട് വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോവുക. ഒരു പഴയ സ്കൂട്ടർ ഉണ്ട്, ഏത് ലാംബി സ്കൂട്ടർ കണ്ടാണ്. ആ സ്കൂട്ടറിലാണ് പോവുക. ഞാൻ ആ സ്കൂട്ടർ പോക്ക് നിർത്തി. പകരം സിറ്റി ബസ്സിൽ പോയി. കാരണം അപ്പൊ സിറ്റി ബസ്സിലാകുമ്പോൾ സ്കൂട്ടറിന്റെ പെട്രോൾ അടിക്കുന്നതിനേക്കാൾ പൈസ കുറവാണ്. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ 1 വർഷം ആകുമ്പോൾ എനിക്ക് കോൺഫറൻസിന് പോകാനുള്ള പൈസ ഉണ്ടാവും. അപ്പൊ അത് സ്കൂട്ടറിന് ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നതാണ്. അത് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പോയി ഉണ്ടാവുന്ന പൈസ എനിക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ട്. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം മുതൽ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോകുന്നത് ഈ പറഞ്ഞ സിറ്റി ബസ്സിന് കയറിയായി. എന്റെ മനസാക്ഷി കുത്തെനിക്ക് അവസാനിച്ചു. എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു സംഭവമാണ്. വല്ലാതെ എന്നെ സ്വാധീനിച്ചു.
കാരണം ഞാൻ കുടിയെ നിർത്തിയിട്ടുണ്ടായിരുന്നു, പുകവലി നിർത്തിയിട്ടില്ലായിരുന്നു. 2002 സെപ്റ്റംബർ 19 ഞാൻ വലിയ 2002 സെപ്റ്റംബർ 19. ഓർക്കാൻ കാരണം സെപ്റ്റംബർ 18 എന്നുള്ളത് എൻ്റെ റിയൽ ബർത്ത്ഡേ, ആക്ച്വൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോ അന്ന് വഴി നിർത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചായിരുന്നു, കിട്ടിയില്ല. കാരണം രാത്രി 12 മണിക്ക് കൈരളി TV ന്യൂസ് ഉണ്ട്. ആ ന്യൂസും കണ്ട് അവസാനത്തെ സിഗരറ്റ് ഞാൻ വിൽസാ വലിക്കുക, അതും വലിച്ച് കിടന്ന നേരം വെളുത്ത് നോക്കുമ്പോൾ മേശപ്പുറത്തുള്ള പാക്കറ്റിനകത്ത് 8 വിൽസ് ബാക്കിയുണ്ട്. അത്രയും സിഗരറ്റ് ഒന്നും കളയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ അതിനെ വലിച്ചത്. പിറ്റേ ദിവസം 2019 ഞാനത് ബോധപൂർവം തന്നെ വലി നിർത്തി. ദൈവം സഹായിച്ചിട്ട് കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് വലിക്കാൻ പറ്റിയില്ല. പിന്നെ ജീവിതത്തിൽ ഇന്നുവരെ വലിച്ചിട്ടില്ല. എൻ്റെ മക്കളെല്ലാം വലിച്ചും കുടിച്ചും കണ്ടിട്ടില്ല. ദൈവാനുഗ്രഹം തന്നെ, അതാറൊന്നുമല്ല. അങ്ങനെയും കൂടെ കണ്ടായിരുന്നെങ്കിൽ എൻ്റെ മക്കൾ എന്നെ കാണുമ്പോഴേ തന്നെ സ്ഥലപ്പെട്ടാനെ. അപ്പൊ തീർച്ചയായിട്ടും ഇദ്ദേഹം ഇത് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പുകച്ചു തള്ളുന്ന ആളാണ്. ഒരു ദിവസം പറഞ്ഞാല് 8-10 പാക്കറ്റ് സിഗരറ്റ് ഒക്കെ വേണം എനിക്ക്. മുഴുവൻ ഞാൻ വലിക്കുന്നില്ല, കുറച്ച് കോസി പോവും. എന്നാലും ഞാൻ കണ്ടിന്യൂസ് ചെയിൻ സ്മോക്കറാണ്. എത്ര പൈസയുണ്ട് ഞാൻ സിഗരറ്റ് വലിക്കുന്നത്. ഞാൻ ഓരോ മാസവും ഇന്റർഗ്രൂപ്പ് മീറ്റിങ്ങിന് ബൈക്കാ, ഒരു ഹീറോ ഹോണ്ട ബൈക്കാ. ഈ ബൈക്കിൽ ഇവിടെ വരുന്നത് അങ്ങനെയാണെങ്കിൽ വീട്ടിലെ പൈസയായി. എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, തിരുവമ്പാടി ഏതെങ്കിലും ഒരു ജീപ്പിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഉള്ള വാർഷികങ്ങൾ, മീറ്റിങ്ങുകൾ, ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവും. അന്നത്തെ കാലത്ത് 5-8 മീറ്റിങ്ങുകളേ ഉള്ളൂ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ. ആ മീറ്റിങ്ങുകൾക്ക് പോകും ഞങ്ങൾ. മോനെ നമുക്ക് അവിടെ പോവല്ലേ, ഇവിടെ പോവല്ലേ എന്ന് പറയും. അങ്ങനെ രാജുവിനൊക്കെ ഉണ്ടാവും. ഞാൻ സ്കൂൾ വിട്ട് വന്ന വണ്ടി കയറി മീറ്റിംഗ് കഴിഞ്ഞാൽ വീട്ടിൽ പോരുക. അപ്പൊ അതിനൊക്കെ ഷെയർ ഇടണം. ഈ പൈസയൊക്കെ സത്യം പറയുകയാണെങ്കിൽ വീട്ടിലേക്ക് അർഹതപ്പെട്ടതല്ലേ. അപ്പൊ ഞാൻ അത് അന്ന് ചിന്തിച്ചിരുന്നത്, ഞാൻ അല്ലെങ്കിൽ വൈകുന്നേരം വന്നാൽ എന്താ ചെയ്യുക, കട്ടയിടും. ഇതൊരു കട്ടയാണ്, പക്ഷെ മറ്റേ കട്ട കുപ്പിക്കാണ്. അത് ഒരു കട്ട, ഇത് ഒറ്റ കട്ട മതി, ഒരു മീറ്റിങ്ങിന് പോകാൻ ഒരു കട്ട മതി. മറ്റേത് ഒരു കട്ട കഴിഞ്ഞ് മറ്റേ പാർട്ട്ണർ കട്ട നിർത്തിപ്പോവും, അടുത്ത പാർട്ട്ണർ തപ്പി അടുത്ത കട്ടയാണ്. ഇങ്ങനെ കട്ടയാവുമ്പോൾ ഞാൻ ബിൽഡിങ് പണിയും, മറ്റൊരു ഒറ്റ കട്ട നിൽക്കും. അപ്പൊ അത് അത്രയും പൈസ ചെലവാക്കുന്നിടത്തുനല്ലേ ഇപ്പൊ ഞാൻ ഈ പൈസ ചെലവാക്കുന്നില്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ചോടത്ത് ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ടപ്പോൾ മുതൽ ഞാൻ വല്ലാതെ അസ്വസ്ഥനായി. അങ്ങനെ ഞാൻ പുകവലി നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. നിന്നില്ല. പിന്നെയും മാസങ്ങൾ ഞാൻ ഈ പുകവലി നിർത്താൻ വേണ്ടി ശ്രമിച്ചു, കഠിനമായിട്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചുകൊണ്ടിരുന്ന എന്റെ വലി നിർത്തി ആ പൈസ എനിക്ക് എന്തിനെടുക്കാം, സർവീസിന് പോകുന്നതിന് എടുക്കാം. അവനവന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ന്യായീകരിച്ചേ പറ്റൂ. ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് ന്യായീകരിച്ച് വെച്ചാലും ശരി, സ്വന്തം മനസാക്ഷി അത് അംഗീകരിക്കുക. സ്വന്തം മനസാക്ഷിക്ക് അംഗീകരിക്കത്തക്ക രീതിയിൽ. അതുകൊണ്ടാണ് സെൽഫ് ഹോണസ്റ്റി എന്ന വാക്ക് ഉപയോഗിച്ചത്. സെൽഫ് ഹോണസ്റ്റി എന്ന വാക്ക് ഉപയോഗിച്ചത് അതുകൊണ്ടാണ്, ബോധപൂർവമാണ്. നിങ്ങൾക്ക് ശരിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ട്, ലോകം മുഴുവൻ എതിർത്താൽ നിങ്ങൾ ചെയ്യാനാണ് ഞാൻ പറയുക. നിങ്ങൾക്ക് തെറ്റാണെന്ന് എപ്പോ തോന്നുന്നു അപ്പൊ നിങ്ങൾ പരിഹാരം ചെയ്യും. അത് തന്നെയാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്റെ ധാരണകളാണ്, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളണമെന്നില്ല. ഏതാണെങ്കിലും ഞാൻ അങ്ങനെ ആ അസ്വസ്ഥത മനസ്സിൽ കൊണ്ടുവെക്കാൻ നോക്കും. ആ അസ്വസ്ഥതയാണ് 18 വർഷമായിട്ട് പുകവലിയിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ കാരണം. എനിക്ക് പരിപാടിക്ക് പോകണം, ഞാൻ ഇഷ്ടപ്പെടുന്നു. പല സ്ഥലങ്ങളിൽ പോവുകയും പല ആളുകളെ കാണുകയും അവരുമായിട്ട് മിങ്കിൾ ചെയ്യുകയും ആ യാത്രയും ആ ഷെയറിങ്ങുകളും ഒക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അത് എങ്ങനെയാവരുത്, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതും എടുത്തുകൊണ്ടാവരുത്. ഞാനാണ് ഒരു ഏണിംഗ് മെമ്പർ, ഞാൻ ഒറ്റൊരാളെ ഏണിംഗ് മെമ്പർ ഉള്ളൂ. അപ്പൊ എനിക്ക് കിട്ടുന്ന 1 രൂപയ്ക്ക് 25 പൈസയ്ക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്, എനിക്കും 25 അവകാശമുണ്ട്. ഇത് അത്രയും സീനിയറായ അദ്ദേഹം പറഞ്ഞപ്പോ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് അത് പതിച്ചത്. അതേസമയം ഒരു ധ്യാനഗുരുവോ ഒരച്ഛനോ ഒരു സന്യാസിയോ പറഞ്ഞാൽ എനിക്കിത് കേറില്ല, എനിക്ക് ഉറപ്പാ. അപ്പൊ പിന്നെ കോപ്പല്ലേ എന്ന് ഞാൻ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇദ്ദേഹം പറഞ്ഞപ്പോ, ഇദ്ദേഹം എന്നോടല്ല പറഞ്ഞത്, അദ്ദേഹം ചെയ്തൊരു കാര്യം പറഞ്ഞതാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഇതുപോലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് മറ്റു പലരുടെയും ജീവിതത്തിന്റെ വഴിത്തിരിവിന് കാരണമായി മാറും. റിലാപ്സ് ആയ ഒരാള്, എനിക്ക് റിലാപ്സ് ആവാനുള്ള കാരണം ഞാൻ ഒരുപാട് ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. കുറച്ച് നാളുകളായിട്ട് ഞാൻ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യാറേ ഇല്ലായിരുന്നു. ആരെങ്കിലും നിർബന്ധിച്ചാൽ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിന് മനസ്സോടെയായിരുന്നു പോകാറ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. റിലാപ്സ് ആയ 99% ആളുകളും
ഫിസിക്കൽ റിലാക്സ് ആവാൻ കാരണം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാണ്ട് പോയത്. മീറ്റിങ്ങുകൾക്ക് സ്ഥിരമായി പോയിരുന്ന ചില ഇമോഷണൽ പ്രശ്നം കൊണ്ട് റിലാക്സ് ആയ ആൾക്കാരില്ല, ഞാൻ പറയുന്നില്ല. 95% മുകളിൽ ആളുകളും മീറ്റിങ്ങുകൾ ഉപേക്ഷിച്ചതുകൊണ്ട്. എന്താ മീറ്റിംഗ് ഉപേക്ഷിച്ചാൽ വരുന്ന പ്രത്യേകത? ഐ ആം ആൻ ആൽക്കഹോളിക് എന്നുള്ള ആ ധാരണ മറന്നുപോകും. കൂട്ടായ്മയിൽ മാത്രം കണ്ടൊരു പ്രത്യേകത. എന്താ പ്രത്യേകത? കൂട്ടായ്മയിൽ കുറെ കാലം വരാനിരുന്ന അയാളെ മറന്നുപോകും. 1-ാം ക്ലാസ്സിൽ കൂടെ പഠിച്ചവരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 57 വയസ്സായി. 52 വർഷം മുമ്പ് പഠിച്ചവരെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഞാൻ തിരുവമ്പാടി ധന്യ ഗ്രൂപ്പിൽ 2000 വന്നപ്പോൾ അന്നുള്ള ചില ആൾക്കാർ ഞാൻ ഓർക്കുന്നില്ല. കാരണം അവർ നേരില്ല. ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞതുപോലെ ആഴത്തിൽ പതിഞ്ഞ ഓർമ്മകളെ, ഞാനൊരു മദ്യാസക്തനാണെന്ന് എൻ്റെ ഓർമ്മയെ എന്നും സജീവമാക്കി നിലനിർത്തുന്നത് കൂട്ടായ്മയിലായിരിക്കുന്നു. അവിടെ മാത്രമേ ഞാനൊരു മദ്യാസക്തനാണെന്ന് പറയുന്നുള്ളൂ. രണ്ടാമത്, എൻ്റെ സ്വഭാവത്തെ ഞാൻ നന്നാക്കുന്നത് മുഖത്ത് തേക്കാൻ ഇന്ന ക്രീം തേച്ചിട്ട് ഇന്ന പോലെ ചെയ്താൽ മതി എന്നുള്ള മറ്റേ ആൾ ചെയ്ത കഥ കേൾക്കുമ്പോൾ ഞാൻ സ്വയം ചെയ്യുന്നത് പോലെ ഇന്ന സ്റ്റെപ്പുകളിലൂടെ പോകുമ്പോൾ ഇന്ന ഭാവങ്ങൾ, ഇന്ന അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഞാനും അത് പതുക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങും. മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ റിലാപ്സ് സംഭവിക്കുമെന്ന് കേൾക്കുമ്പോൾ ഞാനും പതുക്കെ മീറ്റിങ്ങുകൾ മുടക്കാതിരിക്കാൻ, മീറ്റിങ്ങിന് പോകണ്ടെന്ന് കേൾക്കണം, പിന്നെയും മീറ്റിങ്ങുകൾ കൂടുതൽ പോയി. ഇങ്ങനെ ഒരു വ്യക്തിയുടെ സമൂലമായ മാറ്റത്തിൽ അയാളെ ഏറ്റവും സഹായിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പാണ്. എന്ന് പറയുന്ന ഈ വലിയ കൂട്ടായ്മയിലെ ഏറ്റവും നല്ല സേവകന്മാരെ തരുന്നത് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് മീറ്റിംഗിൽ സേവനത്തിന്റെ പ്രസക്തി നമ്മൾ പറയണം. വെറുപ്പിച്ചുകൊണ്ടല്ല പറയേണ്ടത്. എനിക്ക് ഈ സേവന രംഗത്ത് നിൽക്കാൻ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ സുബോധാവസ്ഥയ്ക്ക് കിട്ടിയ നേട്ടങ്ങൾ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന പുതുമക്കാരായ ആളുകൾക്കും അത് ആകർഷകമാകും. കോൺട്രിബ്യൂഷന്റെ 7th ട്രഡീഷന്റെ പ്രത്യേകത നമ്മൾ പറയണം. അതും നമ്മൾ ഇരിക്കുന്ന ആളെ അസ്വസ്ഥനായി ഒരു തരം പിരിവുകളും ഇല്ല എന്ന് പറയും, ഇവിടെ കോൺട്രിബ്യൂഷൻ തന്നെയാണോ എന്ന് വിചാരിക്കുന്നത്. ഇതിന്റെ ആവശ്യകത എന്താണെന്ന് പറയാം. 12 സ്റ്റെപ്പ് നടത്തേണ്ടതിന്റെ ആവശ്യകത നമ്മൾ പറയണം. നമ്മൾ രക്ഷപ്പെട്ടതുപോലെ ഇപ്പോഴും കഷ്ടപ്പെടുന്ന സ്റ്റിൽ സഫറിങ് ആൽക്കഹോളിക്സിന്റെ അടുത്തേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അത് രക്ഷിക്കലല്ല, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന നമ്മുടെ ദൗത്യം എത്രത്തോളം പ്രധാനമാണ്. നാളെയും നിലനിൽക്കണമെങ്കിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. കീപ് കമ്മിങ് ബാക്ക്. ഇറ്റ് വർക്ക്സ് ഇഫ് യു വർക്ക് ഇറ്റ് വർക്ക്സ്. കണ്ടീഷൻ ക്ലോസിലാണ് നിൽക്കുന്നത്. ഇറ്റ് വർക്ക്സ്. അത് പ്രവർത്തിക്കും. എങ്ങനെ? ഇഫ് യു വർക്ക് ഇറ്റ്. നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ. അപ്പൊ അതിന്റെ ആവശ്യകത പറയണം. തലമുറയിൽ നിന്നും തലമുറയിലേക്ക് മുമ്പോട്ട് പോകേണ്ടത്, പുതിയ സേവകർ ഉണ്ടാവേണ്ടത്, പുതിയ കൂട്ടായ്മകൾ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത പറയണം. അങ്ങനെ നമ്മുടെ ജീവിതം അനാവരണം ചെയ്യുന്നതിലൂടെ പുതിയ ഒരാൾക്ക് അയാളുടെ ജീവിതം ഫലപ്രദമായ രീതിയിൽ മോൾഡ് ചെയ്യാൻ ഉള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ നമുക്ക് കഴിയും. മുൻപേ വന്നവരും പിൻപേ വന്നവരും ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോകുമ്പോൾ വരാനിരിക്കുന്നവർക്ക് കടന്നു വരാനുള്ള ഈ സ്ഥലം പവിത്രമായി സൂക്ഷിക്കാൻ കഴിയും. അങ്ങനെ പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് സമയമായി, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. 1:10. ഞാനിതൊരു 3/4 മണിക്കൂറിനകം നിർത്തണമെന്ന് വിചാരിച്ചാ. പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ സ്വസ്ഥമായിട്ടൊക്കെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ബോറടിപ്പിച്ചോ എന്ന് അറിയില്ല. എന്താണെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗം അദ്ദേഹം പോകുന്ന മീറ്റിംഗിൽ നടത്തുന്ന ഷെയറിംഗ് ആണ് വരാനിരിക്കുന്ന ഇപ്പോൾ എത്തിയ പുതിയ ഒരാളുടെ ജീവിതത്തിൽ പ്രചോദനമാകുന്നത്. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? ഉറക്ക ചിന്തിക്കുക എന്നാ പറയുക. ഞാൻ എൻ്റെ ചെയ്തികളെ കുറിച്ചാ പലപ്പോഴും ഷെയറിങ് കഴിയുമ്പോൾ ആലോചിക്കുക, ദൈവമേ ശരിയാണല്ലോ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണല്ലോ എന്ന് പലപ്പോഴും ആലോചിച്ചത് വികാരത്തോടുകൂടി ഷെയർ ചെയ്ത് കഴിയുമ്പോഴാണ്. മാറ്റേണ്ട പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ദൈവം തോന്നിപ്പിക്കുന്നതാണത്. അതുകൊണ്ട് കഴിവതും മീറ്റിങ്ങുകൾ മുടക്കാതിരിക്കട്ടെ. മറ്റുള്ളവരെ കൂടെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയട്ടെ. നമ്മുടെ ഇന്നലകളെ വിളിച്ചു പറഞ്ഞതിന് പകരം ഇന്നത്തെ നമ്മുടെ അവസ്ഥ, ഇന്നലത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം, ഇന്നത്തെ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയും അതിന്റെ പടികളും ഈ ജീവിത രീതിയും ഈ സൗഹൃദങ്ങളും ഈ ലിറ്ററേച്ചറും ഒക്കെ എത്രത്തോളം സഹായിച്ചു എന്ന് പറയുന്നതിലൂടെ മറ്റുള്ളവർക്കും വളർന്നു വരാൻ, നമ്മളെപ്പോലെ എന്ന് ഞാൻ പറയുകയില്ല, നമ്മളെക്കാളൊക്കെ എത്രയോ മുകളിൽ
അവർക്ക് വളർന്നു വരാനുള്ള അവസരം ഉണ്ടാവട്ടെ. അതിന് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ കൂട്ടായ്മയിലുള്ളതെന്ന് എനിക്കറിയാം. കാരണം മറ്റൊരാൾക്ക് സന്ദേശം കൊടുക്കുന്നതിൽ ഏറെ ആനന്ദം കണ്ടെത്തുന്ന സുഹൃത്തുക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. എനിക്കറിയാം, ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാം, കുഴപ്പമില്ല. അപ്പൊ എല്ലാവരെയും എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നു. പുതിയ